Assalamu alaikum wa rahmatullahi wa barakatuh. Bismillah walhamdulillah wassalatu wassalamu ala rasulillah. A'udhu billahi minash shaitanir rajim. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. Allahumma anfa'na bima 'allamtana wa 'allimna ma yanfa'una wa zidna ilma. Rabbi zidna ilma. അൽഹംദുലില്ലാ നമ്മൾ ഹൃദയശുദ്ധീകരണം 32ാമത്തെ എപ്പിസോഡിലാണ്. ഇന്നത്തെ നമ്മളെ വിഷയം ഈമാൻ പുതുക്കുക അല്ലെ. നമ്മള് സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ ഹദീസ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാ എത്ര കേട്ട് കഴിഞ്ഞാലും നമുക്ക് വീണ്ടും 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 ഓർമ്മപ്പെടുത്തൽ ആവശ്യമുള്ള ഒരു കാര്യവും കൂടെയാണ് അല്ലെ. കാരണം ഈമാൻ ലോ ആവാന്നുള്ളത് എപ്പോഴാ നമ്മളെ കടന്നു പിടിക്കാന്ന് അറിയില്ല. നമ്മളെല്ലാരും തന്നെ ഒരു 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 അവസരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു അവസരത്തിൽ അതിലൂടെ കടന്നു പോകുന്നവരാണ്. അപ്പോൾ ഈ ഒരു ഹദീസ് നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഹദീസാണ്. എന്നാലും ആ ഹദീസിനെ നമ്മൾ മുമ്പുള്ള ഓരോന്നും കണ്ട പോലെ തന്നെ ഒന്ന് കീറി മുറിച്ച് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പം ഹദീസ് എന്താന്ന് വെച്ചാല്, ഇന്നൽ ഈമാന ലയഖ്ലഖു ഫീ ജൗഫി അഹദികും കമാ യഖ്ലഖു ثوب فاسألوا الله تعالى أن يجدد الإيمان في قلوبكم. തബ്രാനിയും അൽ ഹാക്കിമും അൽ ഹൈതമിയും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അൽ ഇറാഖി അൽബാനി ഹസനാക്കിയ ഹദീസാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയം നിങ്ങളിൽ കുടികൊള്ളുന്ന ഈമാൻ അല്ലെങ്കിൽ വിശ്വാസം അത് വസ്ത്രം നുരുമ്പുന്ന പോലെ ദ്രവിച്ചു പോകും. അതിനാൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈമാന്റെ പുതുമ നിലനിർത്താൻ നിങ്ങൾ അള്ളാഹുവിനോട് തേടിക്കൊണ്ടേയിരിക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പം നമുക്കറിയാം, നമ്മളെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഓൺ ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരുപാട് പൊസഷൻസ് ഉണ്ട്. നമ്മളേതെന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അതിനകത്ത് ഏറ്റവും വില മതിക്കാനാവാത്ത അല്ലെങ്കിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ട് നമുക്കുള്ള സാധനം എന്ന് പറയുന്നത് നമ്മളുടെ ഈമാനാണ് അല്ലെ. അൽഹംദുലില്ലാ. ഈമാൻ ഇല്ലാത്ത ഒരു അവസ്ഥയെ കുറിച്ച് അല്ലെങ്കിൽ ഹിദായത്ത് ഇല്ലാത്ത ഒരു അവസ്ഥയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലെ. അതില്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ഉണ്ടായിട്ടും കാര്യമില്ല. അപ്പം നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പോലെ തന്നെ നമ്മൾ പ്രോസസ് ചെയ്യുന്ന, നമ്മൾ ഓൺ ചെയ്യുന്ന ബാക്കി എല്ലാ കാര്യങ്ങളും, ഈവൻ നമ്മുടെ ബന്ധങ്ങൾ പോലും, അത് സമയം കടന്നു പോകുമ്പം അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടത്ര കെയർ കൊടുത്തിട്ടില്ലെങ്കിൽ അത് ദ്രവിച്ചു പോകും അല്ലെ. അതിന് കേടുപാടുകൾ പറ്റും. അതേപോലെ തന്നെയാണ് ഈമാനം. അതിന് സമയം ചെല്ലുന്തോറും അതിന് ദ്രവിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ അതിന് വേണ്ടത്ര കെയർ കൊടുത്തിട്ടില്ലെങ്കിൽ ദ്രവിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട് ഈമാനും. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആലയെ അങ്ങേയറ്റം സ്ട്രോങ് ആയിട്ടുള്ള ഈമാൻ കൊണ്ട് പോയിട്ട് അള്ളാഹുവിനെ മീറ്റ് ചെയ്യണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഈമാനെ പുതുക്കുന്ന കാര്യത്തിൽ നമ്മൾ ഒരിക്കലും നിർത്താൻ പാടില്ല. നിർത്താത്ത ശ്രമം നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കണം. നമ്മുടെ ഹൃദയങ്ങളിലെ ഈമാനെ എപ്പോഴും നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതായത് ഓക്കെ, ഞാനിപ്പോ ഒരുവിധം കുഴപ്പമില്ലാത്ത ഈമാനിലാണ്, എന്നാൽ ഇത് കണ്ടിന്യൂ ചെയ്താൽ മതി എന്നുള്ളൊരു അവസ്ഥയാവരുത്. ഒരിക്കലും നമ്മൾ തൃപ്തരാവാൻ പാടില്ലാത്ത കാര്യമാണ് നമ്മുടെ ഈമാൻ. അടുത്ത ലെവലിലേക്ക് പോട്ടെ എന്നുള്ള രീതിയിൽ ആ ഒരു ശ്രമം നിർത്താതെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. ആ ശ്രമത്തിൽ നമ്മൾ കോൺസ്റ്റന്റ് ആയിരിക്കണം. പ്ലസ് അതിനെ അടുത്ത ലെവലിലേക്ക് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അപ്പം ഈ ഒരു ഹദീസിനകത്ത് ഈമാനിനെ വസ്ത്രത്തിനോടാണ് താരതമ്യം ചെയ്തിട്ടുള്ളത് അല്ലെ. നമ്മൾ ഒരുപാട് ഇതുപോലെയുള്ള കമ്പാരിസൺസ് ഇതിനു മുമ്പും കണ്ടു. ഹൃദയവുമായിട്ട് അല്ലെങ്കിൽ ഹൃദയത്തിന്റെ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് പല ഹദീസുകളിലും പലതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പലതിനോടും കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെ. കാരണം ഈമാൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് തൊട്ടു നോക്കാൻ പറ്റാത്ത ഒരു സാധനമാണ്. അപ്പം അതിനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം കൊണ്ടുവന്ന് തരുമ്പം കൂടുതൽ ക്ലിയർ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും. അപ്പൊ ഈമാൻ കുറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ മനുഷ്യർക്ക് അത്ര പെട്ടെന്ന് അതിനെ ഉൾക്കൊള്ളാൻ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. നമ്മളിപ്പോ ഒരുപാട് ആ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ടാണ് നമുക്കത് അറിയുന്നത്. ഒരു തുടക്കക്കാർക്ക് നിങ്ങളെ ഈമാൻ കുറഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞാൽ ഇവരിപ്പോ എന്താ പറയുന്നത് എന്നുള്ള ഒരു അവസ്ഥയായിരിക്കും. അപ്പം അതിന് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വസ്തുവിനെ കുറിച്ച് കമ്പയർ ചെയ്ത് ഉദാഹരണം പറയുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഈ ഒരു ഹദീസിനകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിനെ വസ്ത്രത്തിനോടാണ് താരതമ്യം ചെയ്തിട്ടുള്ളത്. ഖുർആനിലും കാണാം ഇത് ഈമാനും വസ്ത്രവും തമ്മിലുള്ള ബന്ധം. സൂറത്ത് അറാഫില് 26ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ ബനി ആദമ ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വറീഷ. ആദമിന്റെ സന്തതികളെ, നിങ്ങൾക്കു നാം നിങ്ങളുടെ ഗുഹ്യസ്ഥാനം മറയ്ക്കാനും ശരീരം അലങ്കരിക്കാനും പറ്റിയ വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിച്ചു തന്നിരിക്കുന്നു. വലിബാസു തഖ്വ ദാലിക ഖൈർ. എന്നാൽ
തഖ്വയുടെ വസ്ത്രമാണ് ഏറ്റവും ഉത്തമം. ദാലിക മിൻ ആയാത്തില്ലാഹി ലഅല്ലഹും യദ്ദക്കറൂൻ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണിത്, അവർ മനസ്സിലാക്കി പാഠം ഉൾക്കൊള്ളാൻ. അള്ളാഹു സുബ്ഹാനഹു വതആല, അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുള്ള ഒരു വലിയൊരു ഫേവർ ആണ് അല്ലെ, നമുക്ക് വസ്ത്രം ധരിക്കാനുള്ള, അല്ലെങ്കിൽ നമുക്ക് വസ്ത്രം തരിക എന്നുള്ളത്. നമ്മളുടെ നഗ്നത മറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വസ്ത്രം തന്നിട്ടുള്ള ആ ഒരു ഫേവർ അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ശരിക്കും നമുക്ക് ഇതൊരു ഫേവറായിട്ട് ഒരു പക്ഷെ നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യമാണ് അല്ലെ. നമ്മൾ പലതും നമുക്ക് അള്ളാഹു തന്ന അനുഗ്രഹങ്ങളായിട്ട് എണ്ണുമ്പോൾ വസ്ത്രം തന്നു എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ എണ്ണാറ് പോലും ഇല്ല. ശരിക്കും നമ്മൾ പണ്ടത്തെ ആദിവാസി എന്താണ് ആദ്യത്തെ കാലഘട്ടങ്ങളിലേക്ക് പോകുമ്പോൾ അവർക്ക് വസ്ത്രത്തിന് വേണ്ടിയിട്ട് അവരെന്താണ് ഇലകൾ വെച്ച് മറച്ചതും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ. ഇനി നമ്മൾ തന്നെ ഇപ്പൊ നല്ല രീതിയിൽ നല്ലപോലെ കവർ ചെയ്ത് ഫുൾ ലൂസ് ആയിട്ടുള്ള അബായൊക്കെ ഇട്ട് ശീലിച്ച് പെട്ടെന്ന് ഒരു സ്ഥലത്ത് നമുക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ നമ്മളുടെ അബായകളൊക്കെ കഴുകാനിട്ടിരിക്കുകയാണ്, അങ്ങനത്തെ ഒന്നും ഇടാനില്ല. അപ്പൊ നമ്മൾ കുറച്ച് പഴയതൊന്നും ഇടുകയെന്ന് വെച്ചോ, അത് ഇത്തിരി ടൈറ്റ് ആണ്, അല്ലെങ്കിൽ അതിന് ഇത്തിരി ഇറക്കം കുറവാണ്, അപ്പൊ നമുക്ക് ആകെ കൂടെ ഒരു അസ്വസ്ഥതയായിരിക്കും അല്ലെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ. കാരണം നമ്മൾ ശീലിച്ചത് ഇതാണ്, ഇങ്ങനെ കവർ ചെയ്തിട്ടാണ് ശീലിച്ചത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെയാണ് നമുക്ക് ഇതിന്റെ വാല്യൂ മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്തൊരു കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ നഗ്നത മറയ്ക്കാനും നമ്മളെ ഭംഗി കൂട്ടാനുമായിട്ട് തന്നിട്ടുള്ള ഒരു അനുഗ്രഹമാണ് ഈ ഒരു വസ്ത്രം എന്നുള്ളത് അല്ലെ. അപ്പൊ ആദ്യം തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹു തന്നിട്ടുള്ള ആ ഒരു അനുഗ്രഹത്തിലേക്ക് നമ്മളെ ശ്രദ്ധ കൊണ്ടുവരാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയണ വേറൊരു തരത്തിലുള്ള വസ്ത്രം കൂടെ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതാണ് കൂടുതൽ ഉത്തമം. എന്ത്? തഖ്വ അല്ലെ. നിങ്ങളിൽ അവസാനം അന്ത്യദിനം വരെ നിങ്ങളിൽ നിലനിൽക്കുന്ന വസ്ത്രം എന്ന് പറയുന്നത് തഖ്വയാണ്. അല്ലാത്ത വസ്ത്രങ്ങളൊക്കെ നമ്മുടെ മേലിൽ നിന്ന് അങ്ങ് പോകും അല്ലെ. തഖ്വയുടെ വസ്ത്രമാണ് നിങ്ങൾക്ക് അവസാനം വരെ ഉപകരിക്കുക. നമ്മളുടെ ഉള്ളിലുള്ള നമ്മുടെ ഹൃദയത്തിന്റെ രോഗങ്ങളെ മറച്ചു വെക്കാൻ പറ്റുന്നത് തഖ്വ ഉണ്ടാവുമ്പോഴാണ്. കാരണം ഹൃദയത്തിന്റെ രോഗങ്ങളെ മറച്ചു വെക്കാന്ന് വെച്ചാൽ രോഗം അവിടെ വെച്ചിട്ട് അതിനെ മൂടി വെക്കാന്നല്ല, ഹൃദയത്തിന്റെ രോഗങ്ങളെ നമ്മൾ എടുത്ത് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ തുടങ്ങും നമുക്ക് തഖ്വ ഉണ്ടാവുമ്പോൾ അല്ലെ. നമ്മൾ തഖ്വയും ഹൃദയത്തിന്റെ രോഗങ്ങളും ഒക്കെ പല പല ക്ലാസ്സുകളിലായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം, നമുക്ക് തഖ്വ ഉണ്ടാവുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അനുസരിക്കണം. അള്ളാഹു പറഞ്ഞതുപോലെ അള്ളാഹു ചെയ്യാൻ പറഞ്ഞത് ചെയ്യാതിരിക്കാൻ പറഞ്ഞതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യലാണ് തഖ്വ അല്ലെ. അപ്പം അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള രോഗങ്ങളൊക്കെ നമ്മളിങ്ങനെ എന്താക്കാൻ തുടങ്ങും, മാറ്റാൻ തുടങ്ങും. അപ്പം അത് നമ്മളുടെ ഹൃദയത്തിന്റെ രോഗങ്ങളെ മറച്ചു വെക്കുന്ന വസ്ത്രമാണ് എന്ന് മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുമ്പിൽ നമ്മളുടെ ഭംഗി കൂട്ടുന്ന, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുമ്പിലല്ല, മനുഷ്യരുടെ മുമ്പിൽ പോലും നമ്മളുടെ ഭംഗി കൂട്ടുന്ന ഒരു വസ്ത്രമാണ് തഖ്വ. അള്ളാഹു വസ്ത്രങ്ങൾ തന്നിട്ടുണ്ട്, അതിൽ ഏറ്റവും ഉത്തമമായ വസ്ത്രം തഖ്വയാണ്. തഖ്വ നമ്മുടെ സ്പിരിച്വൽ, അതല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ ഫോൾട്ടുകൾ, നമ്മുടെ നെഫ്സിന്റെ ഫോൾട്ടുകൾ കവർ ചെയ്യുകയും ചെയ്യും. അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മളുടെ ഭംഗി കൂട്ടുകയും ചെയ്യും. അതാണ് നിങ്ങൾക്ക് ഞാൻ തന്നതിൽ ഏറ്റവും നല്ല വസ്ത്രം. നമുക്ക് ശരീരം മറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് എത്രത്തോളം ആവശ്യമുണ്ടോ, അതായത് നമുക്ക് ശരീരം മറയ്ക്കാൻ ഒരു ഡ്രസ്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് തഖ്വ എന്നുള്ള വസ്ത്രം ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. നമ്മുടെ ഹൃദയത്തിനും നെഫ്സിനും, അത് നമ്മുടെ ഇഹത്തിലെയും പരത്തിലെയും വിധി നിർണ്ണയിക്കുന്ന ഒരു കാര്യമാണ് തഖ്വ എന്ന് പറയുന്ന വസ്ത്രം. വേറൊരു ആയത്തും കൂടെ ഇതുപോലെ ഖുർആനില് വിശ്വാസവും അല്ലെങ്കിൽ ഈമാനും വസ്ത്രവുമായിട്ട് കമ്പയർ ചെയ്തിട്ട് പറയുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. സൂറത്ത് മുദ്ദസ്സിറിലുള്ള 4-ാമത്തെ ആയത്ത്, വസിയാബക ഫതഹിർ, നിന്റെ വസ്ത്രങ്ങൾ വൃത്തിയാക്കുക. ഈ ഒരു ആയത്തിന് തഫ്സീർ പറഞ്ഞ സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ പല സഹാബിമാരും അവരുടെ പിൻഗാമികളും അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത സ്ഥലങ്ങളിൽ ഇവിടെ ഹൃദയം ശുദ്ധിയാക്കുന്നതിനെ കുറിച്ചാണ്, നീയത്ത് ശുദ്ധിയാക്കുന്നതിനെ കുറിച്ചാണ്, പ്രവർത്തികളെ നഫ്സ് ശുദ്ധിയാക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. തഫ്സീർ തബ്രിയിലും തഫ്സീർ ഇബ്നു കസീറിലും ഇതുപോലെയുള്ള വിശദീകരണങ്ങളുണ്ട്. അറബികള് പൊതുവെ, അത് ഈ തഫ്സീറിലെ എക്സ്പ്ലനേഷൻ വെച്ചിട്ട് അറബികൾക്ക് ഒരു രീതി ഉണ്ടെന്ന്, അതായത് ഒരാളുടെ സ്വഭാവം വളരെ നല്ലതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്, അത് മീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറയും, നിന്റെ വസ്ത്രങ്ങൾ, അല്ലെങ്കിൽ നിനക്ക് നല്ല വസ്ത്രങ്ങൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നീ നല്ല ക്ലീൻ ആയിട്ടുള്ള വസ്ത്രങ്ങളാണല്ലോ നിന്റേത് എന്ന് പറയും അത്ര. അത് അവരുടെ ഒരു സ്റ്റൈലാണ്. ഒരാളുടെ സ്വഭാവം നല്ലതാന്ന് പറയുന്നതിന് പകരം അയാളുടെ വസ്ത്രങ്ങളെ പ്രശംസിക്കുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പം അത് വെച്ചിട്ടാണ് ഈ ഒരു ആയത്തിന് ഇപ്രകാരം ഒരു ഇന്റർപ്രിട്ടേഷൻ കൊടുത്തിട്ടുള്ളത്. അതായത് നീ നിന്റെ വസ്ത്രം ശുദ്ധിയാക്കുക, വസിയാബക ഫതഹിർ എന്ന് പറഞ്ഞെടുത്ത് ഉദ്ദേശം നിന്റെ ഹൃദയം ശുദ്ധിയാക്കുക, നിന്റെ നീയത്തുകൾ ശുദ്ധിയാക്കുക, നിന്റെ പ്രവൃത്തികൾ, നിന്റെ നഫ്സ് ശുദ്ധിയാക്കുക എന്നുള്ളതാണ്. ഖുർആനില് ഇതുപോലെ വസ്ത്രത്തിനെയും ഈമാനെയും കമ്പയർ ചെയ്തുകൊണ്ടുള്ള, അല്ലെങ്കിൽ അത് രണ്ടിനെയും ഒന്നിനെ മറ്റൊന്നിനെ ഉപമയാക്കിയിട്ട് വെച്ചിട്ടുള്ള ആയത്തുകൾ ഖുർആനിൽ ഉണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിനകത്ത് ഒരു സ്വപ്നത്തില് ഈമാനെയും വസ്ത്രത്തിനെയും കമ്പയർ ചെയ്ത് പറഞ്ഞതായിട്ട് പറയപ്പെടുന്നുണ്ട്. ആ ഹദീസ് ഇപ്രകാരമാണ്, ബൈന അന നാഇമൻ റഅയ്തു നാസ
യുറദൂന അലയ്യ വഅലൈഹിം ഖുമുസുൻ. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഒരിക്കൽ ഉറങ്ങി കിടക്കുമ്പോൾ കുപ്പായം ധരിപ്പിച്ച് ചില മനുഷ്യരെ എന്റെ മുമ്പിൽ പ്രദർശിപ്പിച്ചത് ഞാൻ കണ്ടു. മിൻഹ മാ യബ്ലുഗു സുദിയ, മിൻഹ മാ യബ്ലുഗു സുദിയ. ചിലരുടെ കുപ്പായം അവരുടെ മാറിടം വരെ എത്തിയിട്ടുണ്ട്. വമിൻഹ മാ ദൂന ദാലിക്, ചിലരുടേത് അത്രയും ഇറക്കമില്ല. അതായത് ചിലരെ ഞാൻ കണ്ടു, അവർക്ക് കുപ്പായങ്ങളുണ്ട്, അതിൽ ചിലരുടെ കുപ്പായങ്ങൾ അവരുടെ മാറിടം വരെ ഇറക്കമുണ്ട്, വേറെ ചിലർക്ക് അത്രയും ഇറക്കമില്ല. വഉരിദ അലയ്യ ഉമർ ഇബ്നുൽ ഖത്താബ്, അക്കൂട്ടത്തിൽ ഉമർ ഇബ്നു ഖത്താബും എന്റെ മുമ്പിൽ പ്രദർശിക്കപ്പെട്ടു. വഅലൈഹി ഖമീസുൻ യജുറുഹു, അദ്ദേഹം ധരിച്ച കുപ്പായം നിലത്ത് ഇഴഞ്ഞു കിടന്നിരുന്നു. ഖാലു ഫമാ അവൽത ദാലിക യാ റസൂലല്ലാഹി ഖാല ദീന. ഇത് കേട്ടവർ ചോദിച്ചു, അള്ളാഹുവെ ഈ സ്വപ്നത്തിന് അവിടുന്ന് നൽകുന്ന വ്യാഖ്യാനം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത് മതനിഷ്ഠ ആകുന്നു. സുബ്ഹാനല്ലാഹ്. അത് ബുഖാരിയിൽ വന്നിട്ടുള്ള ഹദീസാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനും തഖ്വയും ഒരാളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത അത്രയും സ്ട്രോങ് ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഈ ഉമർ റളിയല്ലാഹു അൻഹു വലിയ വസ്ത്രം, അതായത് കാലിന്റെ നിര്യാണിയുടെയും അല്ലെങ്കിൽ കാലിന്റെയും താഴെ കിടന്നിട്ട് ഡ്രാഗ് ചെയ്യുന്ന രീതിയിൽ അത്രയും നീളമുള്ള വസ്ത്രം ധരിച്ചിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടത്. അത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിനെയാണ് കാണിക്കുന്നത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എക്സ്പ്ലനേഷൻ കൊടുത്തത്. അപ്പം ഈമാൻ കുറവുള്ളവരെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറിയ ഷർട്ടുകൾ ഇട്ടിട്ട് ചെറിയ വസ്ത്രങ്ങൾ ധരിച്ചിട്ട് അവരുടെ ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങൾ എക്സ്പോസ്, ഒന്ന് ആലോചിച്ച് നോക്കെ, മാറിടം വരെയൊക്കെ വസ്ത്രം മാത്രം ധരിക്കുക. ചിലർക്ക് അത്രയും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, അപ്പം അവര് എത്രമാത്രം അവരുടെ ശരീരഭാഗങ്ങൾ എക്സ്പോസ്ഡ് ആയിട്ടാണ്. അപ്പം അവരുടെ ഈമാൻ എത്ര കുറവാണെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ഹദീസിൽ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളുടെ ഇത് വസ്ത്രങ്ങളും ഈമാനും അല്ലെ, ഈമാനും തമ്മിലുള്ള കണക്ഷൻ. ഇനി നമ്മളുടെ ശരീരത്തിന്റെ അല്ലെങ്കിൽ നമ്മളുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളതും നമ്മളുടെ ശരീരത്തിന്റെ പുറത്തുള്ളതും തമ്മിലുള്ള, അതായത് നമ്മളുടെ ഹൃദയത്തിനുള്ളതും നമ്മൾ പുറത്തേക്ക് കാണിക്കുന്നതും അതിനെയും വസ്ത്രവുമായിട്ട് താരതമ്യം ചെയ്തിട്ട് ഒരു ഉദാഹരണം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് അൽ ആസാർ എന്ന ഗ്രന്ഥത്തിൽ, അബൂ യൂസുഫ് റഹിമഹുല്ലാഹ് എഴുതിയ അൽ ആസാർ എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. അതിനകത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്താ പറയുന്നതെന്ന് വെച്ചാല്, നിങ്ങൾക്ക് എന്താണോ ആഗ്രഹമുള്ളത്, അത് എന്താണോ ഉദ്ദേശിക്കുന്നത്, അത് നിങ്ങൾ മറച്ചു വെച്ചോളൂ. ആര് നന്മ മറച്ചു വെക്കുന്നുവോ അവനെ അള്ളാഹു നന്മയുടെ കുപ്പായം അണിയിക്കും. അതായത് അവൻ ചെയ്യുന്ന നന്മകൾ മറച്ചു വെക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അല്ലെ, മറ്റുള്ളവരെ തുറന്ന് കാണിക്കാതെ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് എന്ന് എടുത്തു പറയാതെ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുവോ അള്ളാഹു അവനെ നന്മയുടെ കുപ്പായം അണിയിക്കും. ആര് തിന്മ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുവോ അവനെ അള്ളാഹു തിന്മയുടെ കുപ്പായം, അതായത് തിന്മ മറച്ചു വെക്കുന്നുവോ എന്ന് പറയുമ്പോൾ തിന്മകൾ എടുത്തു പറയണം എന്നുള്ളതല്ല. തിന്മ ഉണ്ടാവുമ്പോഴേ അത് മറച്ചു വെക്കാൻ പറ്റുള്ളൂ അല്ലെ. തിന്മ നമുക്ക് നമ്മളിൽ ഒരു തിന്മ ഉണ്ടെങ്കിൽ, ഒരു രോഗമുണ്ടെങ്കിൽ അത് ചികിത്സിക്കാതെ അത് നമ്മൾ ഉള്ളിൽ മറച്ചു വെച്ചിട്ട് വേറെ പുറത്ത് ഞാൻ അതല്ല മറ്റേതാണ് അല്ലെങ്കിൽ നല്ലതാണെന്ന് കാണിക്കാൻ ശ്രമിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് തിന്മയുടെ കുപ്പായം അണിയിക്കും. അപ്പം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഹൃദയത്തിൽ എന്ത് ഒളിപ്പിച്ചു വെച്ചാലും അത് എക്സ്റ്റേണലൈസ്, അതായത് നമ്മളുടെ പുറത്തേക്ക് വരും. അപ്പം നമ്മളുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളതിനെ നമുക്ക് കവർ ചെയ്ത് വെക്കാൻ ഒരു മാർഗവും ഇല്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തേക്ക് കൊണ്ടുവരും എന്നാണ് പറയുന്നത്. അത് നമ്മൾ ധരിക്കുന്ന വസ്ത്രം പോലെ അള്ളാഹു നമ്മൾ നന്മ മറച്ചു വെച്ച നന്മയുടെ വസ്ത്രം നമ്മളെ ധരിപ്പിക്കും. നമ്മൾ തിന്മയാണ് നമ്മൾ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തിന്മയുടെ വസ്ത്രം ധരിപ്പിക്കും. അപ്പൊ നമ്മൾ ധരിക്കുന്ന വസ്ത്രം നമ്മളുടെ ഹൃദയത്തിനുള്ളിലുള്ളതിനെ കാണിക്കുന്നു എന്നുള്ള രീതിയിൽ ആ ഒരു കമ്പാരിസൺ ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മളുടെ പുറമെ നല്ലതായിരിക്കണം എന്നുണ്ടെങ്കിൽ, നമ്മൾ നന്മയുടെ വസ്ത്രം ധരിപ്പിക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആല ധരിപ്പിക്കണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതെന്തായിരിക്കണം? അത് നമ്മളുടെ ഉള്ളിലുള്ള നന്മയെ പുറത്തേക്ക് വരുള്ളൂ. അപ്പൊ നമ്മുടെ ഉള്ളിൽ എത്രത്തോളം നമ്മൾ ഉള്ളിൽ നന്നാക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം അത് പുറത്തേക്ക് വന്നോളും. നമ്മൾ മറച്ചു വെച്ചാലും അത് പുറത്തേക്ക് വരും. എത്രത്തോളം നമ്മൾ നമ്മുടെ രോഗങ്ങളെ, എനിക്ക് രോഗമൊന്നും ഇല്ല, ഞാൻ ഭയങ്കര സംഭവമാണ്, അതൊന്നും തിരുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഞാൻ സംഭവമാണെന്ന് കാണിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിലുള്ള രോഗങ്ങൾ അത് ഇവൻച്വലി പുറത്തേക്ക് വരും. നമ്മളുടെ അഭിനയം അല്ലെങ്കിൽ നമ്മൾ കാണിക്കാൻ ശ്രമിക്കലൊക്കെ വളരെ കുറച്ചു കാലത്തെ നിലനിൽക്കുള്ളൂ. നമ്മൾ എത്രത്തോളം നമുക്ക് നന്നാവണം, അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആക്സെപ്റ്റ് ചെയ്യണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടോ അത്രത്തോളം നമ്മൾ നമ്മളുടെ ഉള്ളിനെ നന്നാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഇനിയും നന്നാവാനുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി, നന്നാവാനുള്ള വഴികൾ അന്വേഷിച്ച് അത് മനസ്സിലാക്കി അതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നന്മയുടെ കുപ്പായം അണിയിച്ചോളും. സുബ്ഹാനല്ലാഹ്.
ഇനി ഈമാൻ പഴയതാവുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഈ ഹദീസിന്റെ തുടക്കം അത് തന്നെയായിരുന്നു. ഈമാൻ നമ്മളുടേത് വസ്ത്രം നിരുമ്പി പോകുന്നത് പോലെ ദ്രവിച്ചു പോകുന്നൊക്കെ പറഞ്ഞിരുന്നു. നമുക്ക് അതിലേക്ക് ആ കാര്യത്തിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമുക്ക് പൊതുവെ നമ്മള് അല്ലെ ക്ഷീണിച്ചു പോവാറുണ്ട്, ചില സമയത്ത് മതിയായി എന്ന് തോന്നാറുണ്ട് അല്ലെ. നമ്മള് ജീവിതത്തിലെ പല പ്രയാസങ്ങളും ഓരോരുത്തരുടെ ഡിമാൻഡ്സിലെ നമ്മൾ പലർക്കും വേണ്ടി പലതും ചെയ്യണം. നമ്മള് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ പലപ്പോഴും ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോകും, ഭയങ്കരമായിട്ട് ഡ്രെയിൻ ഔട്ട് ആവും. ഓ, എന്നെ കൊണ്ട് ഇനി പറ്റൂല, ഞാൻ തളർന്നു, എനിക്കിനി ഇതൊന്നും ഫേസ് ചെയ്യാൻ പറ്റൂല എന്നുള്ള അവസ്ഥകളിലേക്ക് നമ്മൾ പലപ്പോഴും എത്താറുണ്ട് അല്ലെ. ശാരീരികമായ ക്ഷീണം, മാനസികമായിട്ടുള്ള വെറുപ്പ്, അല്ലെങ്കിൽ ആത്മീയ നഫ്സിന് നമ്മളുടെ മതപരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈമാന്റെ തന്നെ ചില സമയത്ത് നമ്മൾ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും അത് അങ്ങോട്ട് എത്താത്ത ആ ഒരു ഡ്രൈനെസ്, ഇതൊക്കെ നമുക്ക് വരാറുണ്ട് അല്ലെ. ചില സമയത്ത് നമ്മളുടെ ഇപ്പം വണ്ടി ഓടിക്കുമ്പോൾ അതിന്റെ ഫ്യൂവല് ഇന്ധനം പെട്രോള് തീരാറാവുമ്പോൾ അതിങ്ങനെ മെല്ലെ 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 ആയിട്ട് നിന്ന് പോലെ അതേപോലെയാണ് നമ്മൾ ഫ്യൂവല് തീരാറായ പോലെയാണ് പലപ്പോഴും നമ്മൾ അതോ എന്നെ കൊണ്ട് ഇനി ഓടാൻ പറ്റൂല, എന്നാലും വലിച്ച് നമ്മൾ ഓടുന്ന അവസരങ്ങൾ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അത് ശാരീരികമായിട്ടാവാം, മാനസികമായിട്ടാവാം, ഇനി ആത്മീയമായിട്ട് അതായത് മതപരമായിട്ടുള്ള ഈമാനികമായിട്ടുള്ള കാര്യം ആയാലും ആവാം, എല്ലാവർക്കും ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ട് വലിഞ്ഞ് നമ്മൾ ചെയ്യും, കാരണം നമുക്ക് വേറെ ചോയ്സ് ഇല്ല അല്ലെ. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവാറുണ്ട് പലപ്പോഴും, കാരണം എല്ലാവരും അതന്നെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇത് ചെയ്തു അല്ലെങ്കിൽ ഇത് ഓടി തീർക്കല്ലാതെ വേറെ രക്ഷയില്ല എന്നുള്ളതാണ്. ചില സമയത്ത് നമുക്ക് തോന്നും, ഇല്ല ഞാൻ നിർത്താൻ പോവാണ്, ഇനി ഒരു സ്റ്റെപ്പും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ നിർത്തും എന്ന് തോന്നുന്ന അവസരത്തിൽ വരെ നമ്മൾ എത്താറുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിനകത്ത് പറയുന്നുണ്ട് അല്ലെ, കാലം ചെല്ലും തോറും നമ്മളുടെ ഈമാൻ വീക്കാവും. അതായത് ഇത് മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഒരു വസ്ത്രം നുരുമ്പി പോകുന്നത് അല്ലെങ്കിൽ വസ്ത്രം ദ്രവിച്ചു പോകുന്നതിനോട് ഉപമിച്ചിട്ടുണ്ട് അല്ലെ. ശരിക്കും അതൊന്ന് നമ്മൾ എടുത്ത് ഇമാജിൻ ചെയ്ത് നോക്കാം, ഒരു വസ്ത്രത്തിന്റെ കാര്യം, ഒരു വസ്ത്രം വെയർ ഔട്ട് ചെയ്യുന്ന. അപ്പം ഇന്നത്തെ കാലത്ത് സത്യം പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകളൊന്നും വസ്ത്രം മുഴുവനും എന്താ പറയാ ദ്രവിച്ചിട്ട് അല്ലെങ്കിൽ നിറച്ചിട്ട് അല്ലെങ്കിൽ കീറിയിട്ടൊന്നും കളയുന്നവരല്ല. ഒരു മെജോറിറ്റി ആളുകളും അല്ലെ ഒന്നെങ്കിൽ ട്രെൻഡ് മാറുമ്പം അങ്ങനെ വേറെ പല കാരണങ്ങൾ കൊണ്ട് വസ്ത്രം മാറ്റുന്നവരാണ്. എന്നാലും ചില കാര്യങ്ങളെങ്കിലും ഇപ്പം അറ്റ്ലീസ്റ്റ് നമ്മളുടെ നൈറ്റികളെങ്കിലും അല്ലെ അത് കുറച്ച് ഉപയോഗിച്ച് ചിലപ്പോൾ നിറച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ അത് മാറ്റുന്നത്. അപ്പം ഈമാൻ ദ്രവിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് നമുക്ക് ടച്ച് ചെയ്ത് നോക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്നാൽ ഒരു വസ്ത്രത്തിന്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ അത് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അത് ഫിസിക്കലാണ്, അത് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ഈമാന്റെ ഈ ദ്രവിച്ചു പോകല് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ചും കൂടെ എളുപ്പമുണ്ടാകും. അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെയാണ് എന്നുള്ളത്. സൂറത്ത് അറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരുന്നു അല്ലെ, വസ്ത്രം ധരിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്. നമ്മൾക്ക് മറയ്ക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് മറക്കേണ്ടതൊക്കെ മറയ്ക്കാനും നമ്മളുടെ ഭംഗി കൂട്ടാനും വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളൊന്ന് ആലോചിച്ചു, അപ്പൊ ഒരു വസ്ത്രം എടുക്കുകയാണ്, ഓക്കെ, അത് വെയർ ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ മോശമായ ഒരു വസ്ത്രം, അത് നീളം കുറഞ്ഞിട്ടുണ്ട്. വസ്ത്രത്തിന്റെ നീളം കുറയാൻ നമ്മൾ സാധാരണ പറയാറ്, അത് ചിലപ്പം കഴുകി ചുരുങ്ങി പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ കുട്ടികളുടേതാണെങ്കിൽ അവര് നീളം വെക്കുമ്പോൾ ഡ്രസ്സിന് അവരുടെ നീളത്തിനൊത്ത് ആവാൻ പറ്റാത്ത അവസ്ഥയാവും. അപ്പോൾ അത് ശരിക്കും കവർ ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ കവർ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരാറുണ്ട് അല്ലെ, ഡ്രസ്സ് ചെറുതാവുമ്പോൾ അല്ലെങ്കിൽ ചുരുങ്ങി പോകുന്ന അവസ്ഥയിൽ. അപ്പം അത് ശരീരത്തിന്റെ ചില ഭാഗങ്ങളൊക്കെ പുറത്ത് കാണും. ഇപ്പൊ ഒരു പാന്റ് ആണ് ഇടുന്നതെങ്കിൽ ചിലപ്പോൾ അത് ഞെരിയാണിന്റെ മുകളിൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ മുകളിലേക്ക് എത്തിയ ഒരു അവസ്ഥ വരാറുണ്ട്. അതേപോലെ നമുക്ക് കവർ ചെയ്യേണ്ട ഭാഗങ്ങൾ ശരിക്കും കവർ ചെയ്യപ്പെടാത്ത ഒരവസ്ഥ, വസ്ത്രങ്ങൾ ചെറുതായി പോകുമ്പോൾ അല്ലെങ്കിൽ ദ്രവിച്ചു പോകുമ്പോൾ, ചൂടിൽ നിന്നോ തണുപ്പിൽ നിന്നോ നമ്മൾ സംരക്ഷിക്കേണ്ട വസ്ത്രങ്ങൾ അത് ശരിയായ രീതിയിൽ അത് വേണ്ടത്ര വലിപ്പമില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനൊരു ഓട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെ, നമുക്ക് എന്തിൽ നിന്നാണോ പ്രൊട്ടക്ഷൻ കിട്ടേണ്ടത് അത് കിട്ടാതായി പോകുന്ന ഒരവസ്ഥ. മാത്രമല്ല അതിന് നമ്മളെ ഭംഗിയാക്കാൻ വേണ്ടി, വസ്ത്രത്തിന് അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട് അല്ലെ, വസ്ത്രം നമ്മൾ ധരിക്കുന്നത് നമുക്ക് കൂടുതൽ ഭംഗിയാവാൻ വേണ്ടിയിട്ട്. അപ്പം ശരിക്കുള്ള ലെങ്ത് ഒന്നും എത്താണ്ട് അല്ലെങ്കിൽ ഒരു കീറിയ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമ്മളുടെ ഭംഗിയും നഷ്ടപ്പെടുകയാണ്. ഇതേപോലെയാണ് ഈമാൻ നമ്മളുടേത് ഇങ്ങനെ ദ്രവിച്ചു പോയി കഴിഞ്ഞാൽ ഇതേപോലെയുള്ള കുറവുകൾ നമുക്ക് അനുഭവപ്പെടാൻ പറ്റും. അതായത് നമ്മളുടെ ശരീരത്തിന് നുരുമ്പിപ്പോയ വസ്ത്രം അല്ലെങ്കിൽ ദ്രവിച്ചു പോയ വസ്ത്രത്തിന് എങ്ങനെ മറയ്ക്കാൻ പറ്റുന്നില്ലയോ അതേപോലെ ഈമാന് നമ്മളുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള രോഗങ്ങളെ മറയ്ക്കാം. ഈമാൻ കുറയുമ്പോൾ, ഈമാൻ വീക്ക് ആവുമ്പോൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ പുറത്തു ചാടും അല്ലെ. നമ്മളുടെ ഉള്ളിലുള്ള ദേഷ്യം, ഇറിറ്റേഷൻ, നമുക്ക് കാര്യങ്ങളെ ക്ഷമയോടുകൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റായ്മ, പിന്നെ
അതുപോലെ അത് ഈമാന്റെ വീക്ക്നെസിന്റെ ലെവലിനനുസരിച്ച് പലതും, ചിലപ്പോൾ അസൂയ, വെറുപ്പ്, അതൊക്കെ പുറത്തു വരും ഈമാൻ നമ്മളുടേത് കുറയുമ്പോൾ. പക്ഷെ ഈമാൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിലൊക്കെ വർക്ക് ചെയ്ത് അതിനൊക്കെ വേണ്ട മരുന്നുകൾ കൊടുത്ത് അതിനെയൊക്കെ ട്രീറ്റ് ചെയ്ത് നല്ല രീതിയിൽ അതിനെ നമ്മളുടെ, എന്തായാലും എല്ലാവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലും ഈ പറഞ്ഞ രോഗങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഈമാനുള്ള തഖ്വയുള്ള ഒരു വ്യക്തി അതിനെയൊക്കെ ട്രീറ്റ് ചെയ്തിട്ട് അതിനെ കവർ ചെയ്യും. ഈമാൻ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഈ കീറിയ വസ്ത്രം പോലെ അല്ലെങ്കിൽ ചെറുതായി പോയ വസ്ത്രം പോലെ ഇതൊക്കെ പുറത്തു വരും. നമ്മളുടെ ഉള്ളിലുള്ള ഈ പറഞ്ഞ രോഗങ്ങളൊക്കെ പുറത്തു വരും. അതേപോലെ കീറിയ വസ്ത്രം അല്ലെങ്കിൽ ചെറുതായ വസ്ത്രം നമ്മളെ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും ശരിയായ രീതിയിൽ അതിനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റൂല എന്നുള്ളത് പോലെ തന്നെ ഈമാൻ കുറഞ്ഞു കഴിഞ്ഞാൽ, വീക്കായി കഴിഞ്ഞാൽ അതിന് നമ്മളെ ശൈത്താനിൽ നിന്നും അതുപോലെയുള്ള നമ്മളുടെ ഉള്ളിലുള്ള ഇച്ഛകളിൽ നിന്നും ഈ ഫിത്തനകളിൽ നിന്നൊക്കെ സംരക്ഷിക്കാനുള്ള കഴിവ് കുറയില്ലേ. നമുക്ക് പൊതുവേ അറിയാം നമ്മളുടെ ഈമാൻ കുറയുന്ന, പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾക്ക് പീരിയഡ്സിന്റെ സമയം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ഈമാൻ കുറയുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പുറത്തു ചാടും. അതിനു മുമ്പ് വരെ നമ്മൾ നല്ല തഖ്വയോടുകൂടി ഒന്നിലും ചെന്ന് ചാടാതെ നല്ല കുട്ടികളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിലൊക്കെ നമ്മൾ ചെന്ന് ചാടും. നമ്മൾ വേണ്ടാതെ ദേഷ്യപ്പെടും, അല്ലെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ട് സമയം കളയുമ്പോൾ അതല്ലാത്ത സമയത്ത് ചിലപ്പോൾ നമ്മൾ പലതും നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതായിരിക്കാം. പക്ഷെ ഈ സമയമാകുമ്പോൾ നമ്മൾ പലതും ഇബ്ലീസിന്റേതായ അല്ലെങ്കിൽ നമ്മുടെ നെഫ്സിന്റേതായ പല ഇച്ഛകളിലും ചെന്ന് ചാടും. അതായത് വസ്ത്രം ചെറുതാകുമ്പോൾ അല്ലെങ്കിൽ കീറിപ്പോകുമ്പോൾ വസ്ത്രത്തിന് നമ്മളെ ശരിയായ രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഈമാൻ വീക്ക് ആകുമ്പോൾ ഈമാനെ നമ്മൾ ഇതുപോലെയുള്ള ഒരു കാര്യത്തിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റാതാവും. അതേപോലെ തന്നെ ദ്രവിച്ചു പോയ വസ്ത്രത്തിന് നമുക്ക് ഭംഗി തരാൻ പറ്റില്ല അല്ലെ. നമ്മൾ ആദ്യം അത് നല്ല ഫോമിൽ ഉണ്ടായിരുന്ന പിട്ട അത്രയും ഭംഗി നമുക്ക് തരാൻ പറ്റില്ല. അതേപോലെ നമ്മളുടെ നെഫ്സിന്, നമ്മളുടെ വ്യക്തിത്വങ്ങൾക്കുള്ള ഭംഗിയും ഈമാൻ കുറയുമ്പോൾ നഷ്ടപ്പെടും അല്ലെ. ഈമാന് വല്ലാത്തൊരു വെളിച്ചാണ്. നമുക്ക് ഈമാൻ ഉണ്ടെങ്കിൽ നമുക്ക് അതൊരു ഭംഗി തന്നെയാണ് അല്ലെ. നമ്മുടെ അകത്തിനും പുറത്തിനും ഒരു ഭംഗിയാണ്. അതുപോലെ വസ്ത്രം മോശപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദ്രവിച്ചു പോയി കഴിഞ്ഞാൽ അതിന് നമുക്ക് ആദ്യം തന്ന ഭംഗി അതിന് തരാൻ പറ്റൂല. അപ്പം ഇത്തരത്തിലുള്ള ഒരു ഈമാൻ, വീക്കായിട്ടുള്ള ഈമാൻ നമുക്ക് എന്ത് ഫീലിംഗ് ആണ് തരുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഇതേപോലെ നമ്മൾ തിരിച്ച് വസ്ത്രത്തിലേക്ക് വരാം. നമ്മൾ ഈ പറഞ്ഞ പോലെ മോശമായിട്ടുള്ള ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്ര വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല അല്ലെ. നമുക്ക് ആകെ കൂടെ ആൾക്കാരെ മുമ്പ് പോകുമ്പോൾ ഒരു ചമ്മൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ അബായും വാഷ് ചെയ്യാൻ ഇട്ടിട്ട് ഒരു പഴയ ഒരു ചെറുത് അല്ലെങ്കിൽ ടൈറ്റ് ആയിട്ടുള്ളത് നമുക്ക് ആകെ കൂടെ ഒരു ഇടങ്ങേറായിരിക്കും അല്ലെ. ഒരു അസ്വസ്ഥതയോ ഒരു ചമ്മൽ ആൾക്കാരെ മുമ്പിൽ പോവാൻ, ചിലപ്പം ഒരു പക്ഷെ നമുക്ക് വസ്ത്രം നല്ലത് ഇല്ലാഞ്ഞിട്ടാന്ന് വിചാരിക്കാം, പഴയത് ഇടുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ മറ്റുള്ളവരത് കാണുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ആ ഒരു അസൂയയും കാര്യങ്ങളും ഒക്കെ വരും അല്ലെ. അപ്പം ഒരു മോശപ്പെട്ട വസ്ത്രം ഇടുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഫീലിംഗ് അതൊക്കെയാണ് അല്ലെ. അപ്പം ഈമാൻ വീക്ക് ആവുമ്പോഴും ഇതേപോലെ നമ്മളുടെ ഉള്ളിൽ നിന്ന് ഒരുപാട് നെഗറ്റീവ് ഇമോഷൻസ് ആണ് പുറത്തേക്ക് ചാടുക അല്ലെ. ഈമാൻ കുറഞ്ഞു വരുമ്പോൾ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സന്തോഷം ഒന്ന് കുറയും. അതിനു മുമ്പ് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടല്ല, എന്ത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് ഹാൻഡിൽ ചെയ്തിരുന്ന നമ്മൾ ഈമാൻ കുറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള സന്തോഷം കുറയും. ആരെങ്കിലും പ്രഷർ തരുമ്പം അതിനോട് നമ്മൾ പൊട്ടിത്തെറിക്കും അല്ലെ. ചിലപ്പോ അതിനു മുമ്പ് ഇനി എത്ര പ്രഷർ വന്നു കഴിഞ്ഞാലും കൂളായിട്ട് കുഴപ്പമില്ല, നിങ്ങൾ എന്താ പറയണ്ട വെച്ചാ പറഞ്ഞോ എന്നുള്ള പറഞ്ഞിരുന്ന നമ്മളായിരിക്കും. ഈമാൻ കുറയുമ്പോൾ നമ്മൾ തിരിച്ചും പൊട്ടിത്തെറിക്കും. അല്ലെങ്കിൽ ആരെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ശരിയായ രീതിയിൽ ഒരു ഉത്തരം കൊടുക്കാൻ പറ്റാതെ വരും, നമുക്ക് ചിന്തിക്കാൻ പറ്റാതെ വരും. അതൊക്കെ ഈമാൻ കുറയുമ്പോൾ വരുന്ന നെഗറ്റീവ് ഇമോഷൻസ് ആണ്. അതായത് ഒരു കീറിപ്പോയ അല്ലെങ്കിൽ ഒരു പഴയതായ ഡ്രസ്സ് ഇടുമ്പോൾ നമുക്ക് പുറത്ത് ഇറങ്ങുമ്പോൾ എന്തൊക്കെ നെഗറ്റീവ് ഫീലിങ്സ് ഉള്ളിലുണ്ടോ അതേപോലെയാണ് ഈമാൻ കുറയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നിന്ന് എല്ലാ നെഗറ്റീവ് ഇമോഷൻസും പുറത്തേക്ക് വരും. ഇതെന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? വീണ്ടും വസ്ത്രത്തിന്റെ കാര്യത്തിലേക്ക് തന്നെ നമുക്ക് പോവാം. വസ്ത്രം, ഒരു ഡ്രസ്സ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതെങ്ങനെയാണ് മോശപ്പെട്ടു പോണത് അല്ലെങ്കിൽ ദ്രവിച്ചു പോണത് അല്ലെങ്കിൽ തുരുമ്പിച്ചു പോണത്, അത് നമ്മൾ ശരിയായ രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാത്തത് കൊണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ വീട്ടിലിടുന്ന നൈറ്റി ഒക്കെ ആണെങ്കിൽ നമ്മൾ വെറുതെ വാഷിംഗ് മെഷീനിലിട്ട് കുത്തി തിരുമ്പി അതുകൊണ്ട് വെയിലത്തൊക്കെ കൊണ്ടിട്ട് ചിലപ്പോൾ ഉണക്കുമായിരിക്കും. പക്ഷെ ഒരു കല്യാണത്തിന് വേണ്ടി വാങ്ങിയ ഒരു സൽവാറോ അല്ലെങ്കിൽ അബായോ സാരിയോ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ നല്ല വൈറ്റ് ഷർട്ടൊക്കെ ആണെങ്കിൽ അതിനെ നമ്മൾ നല്ല രീതിയിൽ വാഷ് ചെയ്ത് സ്റ്റാർച്ച് ചെയ്ത് വെയിൽ കൊള്ളിക്കാണ്ട് അങ്ങനെയൊക്കെ ആവുമ്പം അത് കുറച്ചു കാലം നല്ലോണം നിൽക്കും. മറ്റേത് ചിലപ്പോൾ അങ്ങ് അടുക്കളയിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് ഒരവസ്ഥയായിട്ട് പെട്ടെന്ന് അത് ഫെയ്ഡ് ആയി പോവും, അല്ലെങ്കിൽ അതിന്റെ നൂല് പൊങ്ങിയിട്ട് പോകും അല്ലെ, അങ്ങനെ നരച്ചു പോവും, അങ്ങനെ പല പല പ്രശ്നങ്ങളും വരും. അപ്പം അതിനെ ശരിയായി കൊടുക്കേണ്ട കെയർ കൊടുക്കാതിരിക്കുമ്പോഴാണ് എന്താവുന്നത്, അതിന് വേണ്ട മെയിൻ്റനൻസ് കൊടുക്കാണ്ടിരിക്കുമ്പോൾ അതിന്റെ ക്വാളിറ്റി കുറഞ്ഞു വരും. അത് കൂടുതൽ യൂസ് ചെയ്യുന്ന സാധനമാണെങ്കിൽ പ്രത്യേകിച്ചല്ലേ. ഇപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ നൈറ്റി എന്ന് പറയുന്ന സാധനം നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് യൂസും ചെയ്യണം, അതിന് കൊടുക്കേണ്ട സംരക്ഷണം കൊടുക്കുന്നോ ഇല്ലാന്നുണ്ടെങ്കിൽ അത് എന്താവും, ദ്രവിച്ചു പോവും അല്ലെങ്കിൽ നശിച്ചു പോവും. നമ്മൾ അതിന് വേണ്ട കെയർ കൊടുക്കാതാവുമ്പോൾ അതിന്
എന്താണ് അത് സ്വാഭാവികമാണല്ലോ, അങ്ങനത്തെ എന്തൊരു സാധനവും നശിച്ചു പോകും അല്ലെങ്കിൽ കേടായി പോകും എന്നുള്ളത്. അതേപോലെ നമ്മളുടെ ഈമാൻ ഈ റീസൺ ഒക്കെ കാരണം നമ്മൾ അതിന് കറക്റ്റ് കൊടുക്കേണ്ട പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, മെയിൻറ്റെയിൻ ചെയ്യേണ്ട രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതേ കാര്യം തന്നെയാണ് സംഭവിക്കുക. അപ്പൊ ഈമാൻ എങ്ങനെയാ മെയിൻറ്റെയിൻ ചെയ്യുക? നമ്മള് എല്ലാ തിന്മകളും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിട്ടു കഴിഞ്ഞാൽ ഈമാൻ കുറഞ്ഞു പോകും അല്ലെ. നമ്മൾ എന്ത് തിന്മയാണെങ്കിലും അതിനകത്തേക്ക് ചെന്ന് ചാടി കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ നമ്മളുടെ ഈമാൻ, നമ്മൾ ആദ്യത്തെ കുറച്ച് ഹദീസുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കറുത്ത പുള്ളി അനുവദിച്ചു കഴിഞ്ഞാൽ അത് ഒരുപാടാവും അല്ലെ. അതേപോലെ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോ തിന്മയും നമ്മളുടെ ഈമാനാകുന്ന വസ്ത്രത്തിന്റെ നൂലിന് കിട്ടുന്ന ഒരു കട്ടാണ്. ജസ്റ്റ് നമ്മൾ ഒരു വസ്ത്രം മനസ്സിൽ ഇമാജിൻ ചെയ്യുക. നമ്മൾ ഒരു തിന്മ ചെയ്യുമ്പോൾ ഒരു കത്രിക എടുത്തിട്ട് അതിനെ ചെറിയൊരു കട്ട് ചെയ്യാണ്, ആ ഡ്രസ്സിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്യാണ്. അടുത്ത തിന്മ ചെയ്യുക, വേറെ ഒരു കട്ട്. അതേപോലെ വേറൊരു തിന്മ ചെയ്യുക, അതിന്റെ മുകളിൽ ഇച്ചിരി കറയാക്കുക, ചായന്റെയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്രൂട്ടിന്റെ കറ. അങ്ങനെ ഓരോ തിന്മ ചെയ്യുമ്പോഴും ഈ വസ്ത്രത്തിന് നമ്മൾ അത് മുറിച്ച് കളയോ അല്ലെങ്കിൽ കീറിപ്പോവോ അല്ലെങ്കിൽ അതിന്റെ അഴുക്കോ കറയോ പറ്റുന്ന പോലെ അതിന്റെ ഭംഗി നഷ്ടപ്പെടുകയോ ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. അതേപോലെയാണ് വസ്ത്രം അപ്പൊ എങ്ങനെ മോശമാവോ അതേപോലെയാണ് നമ്മൾ തിന്മകളിലേക്ക് നമ്മളുടെ നഫ്സിനെ വിടുമ്പോൾ ഈമാനിന് സംഭവിക്കുന്നത്. അങ്ങനെ ഇതിന് നമ്മൾ ഇങ്ങനെ വീണ്ടും 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 ചെയ്യാൻ അനുവദിക്കുകയാണെങ്കിൽ ആ എല്ലാ ഭംഗിയും ഈ വസ്ത്രത്തിന്റെ എല്ലാ ഭംഗിയും അവിടെ നഷ്ടപ്പെട്ടു. അത് കീറി കീറി ഒരു വഴിക്കാവും, അതിന്റെ മുകളിൽ കറകളായിട്ട് അതിനെ കാണാൻ കൊള്ളാത്ത ഒരു പരുവത്തിൽ ആവും. അതേപോലെ നമ്മൾ ഈ ഈമാനെയും തഖ്വനെയും നമ്മൾ ശരിയായ രീതിയിൽ, അതായത് തിന്മയിലേക്ക് വിടുക എന്നുള്ളത് ഒരു വശം. രണ്ടാമത് അതിന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതിനെ നമ്മൾ അടുത്ത ലെവലിലേക്ക് പുഷ് ചെയ്തുകൊണ്ടേയിരിക്കണം, അതിനെ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടേയിരിക്കണം, കൂടുതൽ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് അത് കൂടുതൽ നന്നാവില്ല. ഇപ്പം ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മളിപ്പം ആണുങ്ങളെ ഷർട്ടൊക്കെ ആണെങ്കിൽ അത് ഓരോ പ്രാവശ്യവും കഴുകി, അതിനും നീലയാണെങ്കിൽ നീല, വെള്ളയാണെങ്കിൽ വെള്ള, അത് മുക്കേണ്ടതൊക്കെ മുക്കി സ്റ്റാർച്ച് ഒക്കെ ചെയ്ത് അതിനെ കൂടുതൽ നമ്മൾ എന്താ പറയാ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വേറെ, അപ്ഗ്രേഡ് ചെയ്യുന്നത് വേറെ. അതായത് മോശമാവാതെ നോക്കുന്നതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, തിന്മകൾ ചെയ്യുന്ന കാര്യം. രണ്ടാമത് അതിനെ കൂടുതൽ ഭംഗിയാക്കിയിട്ട് നോക്കുക, ഓരോ പ്രാവശ്യവും അയൺ ചെയ്ത് മടക്കി വെച്ച് ഇനി യൂസ് ചെയ്യുമ്പോൾ തന്നെ വളരെയധികം ശ്രദ്ധിച്ചൊക്കെ ചെയ്യുമ്പോൾ അത് അതിന്റെ ആ ഒരു ഭംഗി എന്നെന്നും നിലനിർത്തും. പ്രത്യേകിച്ച് വെള്ള വസ്ത്രമൊക്കെ ആണെങ്കിൽ ശരിക്കും ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അതിന്റെ ഭംഗി ഉണ്ടാവും അല്ലെ, അതിനെ അടുത്ത ലെവലിലേക്ക് പുഷ് ചെയ്യുന്ന രീതിയിൽ. അപ്പം അതുപോലെ നമ്മളുടെ ഈമാനെ നമ്മൾ കെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വയസ്സാവും, ഈമാന് അത് വീക്കാവും. നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ വരുമ്പം അത് കുറഞ്ഞു അത് തകർന്നു പോവും. അങ്ങനെ ഇത് രണ്ടും കൂടെ, ഈ രണ്ട് കാര്യങ്ങളും കൂടെ സംഭവിക്കുമ്പോൾ നമ്മൾ ഈമാനും ഈ പറഞ്ഞ വസ്ത്രം പോലെ വേറെ ടയർ വന്ന, അതായത് കീറുകയും ദ്രവിച്ചു പോവുകയും ചെറുതായി പോവുകയും കുറഞ്ഞു പോവുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമുക്ക് നമ്മളുടെ വിഷമങ്ങളും സങ്കടങ്ങളും വേദനകളും ഒന്നും നമുക്ക് മാറ്റാൻ പറ്റൂല. ആ ഒരു അവസ്ഥയിൽ നമ്മൾ ഈമാൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സഹായമാണ് നമ്മുടെ ഈമാനെ പുതുക്കാൻ വേണ്ടിയിട്ട്. ഈമാൻ പുതുക്കാൻ പറ്റും എന്നുള്ളത് അൽഹംദുലില്ലാ വേറെ വളരെ എന്താ പറയാ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഒരു കാരുണ്യം തന്നെയാണല്ലേ. നിങ്ങൾ ഇങ്ങനെ ഈ രീതിയിൽ ഈമാൻ നശിപ്പിച്ചു, ഇനിയിപ്പോ നിങ്ങൾക്ക് രക്ഷയില്ല എന്നുള്ള ഒരു അവസ്ഥയാണെങ്കിൽ സുബ്ഹാനല്ലാഹ് നമ്മൾ എന്ത് ചെയ്തേനല്ലേ. പക്ഷെ ഈമാൻ പുതുക്കാൻ പറ്റും എന്നും കൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിനകത്ത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഈമാനിന് തിരിച്ച് ജീവൻ കൊടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഈ ഹദീസ് പറയുന്നത് അല്ലെ. സൂറത്ത് ഹദീദിനകത്ത് പറയുന്നുണ്ട്, ഇഅ്ലമു അന്നല്ലാഹ യുഹ്യിൽ അർദ ബഅദ മൗതിഹാ ഖദ് ബയ്യന്നാ ലകുമുൽ ആയാതി ലഅല്ലകും തഅഖിലൂൻ. അറിയുക, അള്ളാഹു ഭൂമിയെ അതിന്റെ മൃതാവസ്ഥയ്ക്ക് ശേഷം ജീവസുറ്റതാകുന്നു. നാം നിങ്ങൾക്ക് ഉറപ്പായും ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു തന്നിരിക്കുന്നു, നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കാൻ. അള്ളാഹു സുബ്ഹാനഹു തആല ഇതിന് തൊട്ടു മുമ്പ് ഉള്ള ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്, സത്യവിശ്വാസികളുടെ ഹൃദയങ്ങൾ ദൈവസ്മരണയ്ക്കും തങ്ങൾക്ക് അവതീർണമായ സത്യവേദത്തിനും വിധേയമാകാൻ സമയമായില്ലേ. മുമ്പ് വേദം കിട്ടിയവരെ പോലെ ആകാതിരിക്കാനും കാലം കുറേയേറെ കടന്നു പോയതിനാൽ അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി, അവരിലേറെ പേരും അധാർമികരാണ്. അപ്പൊ ചില ഹൃദയങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആലയെ ഓർക്കാതെ അവര് അള്ളാഹുവിൽ നിന്ന് അകന്ന് അവര് ഹൃദയം കടുത്തവരായി പോയി. ഇത് ഹദീദിൽ 16-ാമത്തെ ആയത്തിൽ പറയുന്നതാണ്. തുടർന്ന് 17-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളോട് പറയണ, അറിയുക, അള്ളാഹു ഭൂമിയെ അതിന്റെ മൃതാവസ്ഥയ്ക്ക് ശേഷം ജീവസുറ്റതാക്കും, അത് നിങ്ങൾക്ക് ഞാൻ
ഉറപ്പായിട്ടും ദൃഷ്ടാന്തമായിട്ട് വിവരിച്ചു തന്നിരിക്കുന്നു. അപ്പൊ ആരെങ്കിലും എന്റെ ഈമാൻ പോയി എനിക്കിനി തിരിച്ചു വരാൻ പറ്റൂല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, എങ്ങനെ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ലാൻഡിനെ ഒരു പ്ലാന്റും ഒരു ചെടിയും മുളയ്ക്കാതെ ആകെ ഉണങ്ങി വരണ്ടു പോയ ഒരു ലാൻഡിന് അള്ളാഹു സുബ്ഹാനഹു വതആല പുതിയ ജീവൻ കൊടുക്കുന്നുവോ, അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഈമാൻ നഷ്ടപ്പെട്ട ഹൃദയത്തിന് ഈമാനാവുന്ന മഴ കൊടുത്ത് ജീവൻ വെപ്പിക്കാൻ പറ്റും. അപ്പം അതിന്റെ പേരിൽ ആരും നിരാശപ്പെടേണ്ട എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ആരെങ്കിലും എന്റെ ഈമാൻ ഇനി ഒരിക്കലും റിപ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കുറഞ്ഞു പോയി, ഞാൻ അങ്ങേയറ്റം ലോവസ്റ്റ് പോയിന്റ് ടച്ച് ചെയ്തു, ഞാൻ ഈമാൻ ഡിപ്പിലാണ്, ഇനി എനിക്ക് വരാൻ പറ്റൂല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ അത്രയും തെറ്റുകൾ ചെയ്തു പോയി, ഇനി എന്റെ ഈമാൻ നന്നാക്കൂല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, എത്രയോ ഉണങ്ങി വരേണ്ട ഭൂമിയാണെങ്കിലും അള്ളാഹുവിന് അവിടെ മഴ കൊടുത്ത് പുതിയ പച്ചപ്പ് കൊണ്ടുവരാൻ പറ്റും. അതേപോലെ ഹൃദയങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് പോലെ ഈമാനെ നമുക്ക് പുതിയതാക്കാൻ പറ്റും. ഇനി പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ നമുക്ക് ആകെ കൂടെ ഒരു സന്തോഷമാണ് അല്ലെ. നമ്മൾ പുതിയൊരു ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമുക്കൊരു സന്തോഷം, ഒരു എക്സൈറ്റ്മെന്റ്, എല്ലാവരെയും ഒന്ന് കാണിക്കാനുള്ള ഒരു ഇഷ്ടം, ഒരു എനർജി, ഒരു കോൺഫിഡൻസ് തന്നെയാണ് അൽഹംദുലില്ലാ അല്ലെ. പുതിയ ഡ്രസ്സ് നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സാണെങ്കിൽ പ്രത്യേകിച്ച് നല്ലൊരു കോൺഫിഡൻസും ഒരു സാറ്റിസ്ഫാക്ഷനും ഒക്കെ ഉണ്ടാവും നമുക്ക്. കാരണം നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു ബെറ്റർ ഫീലിംഗ് ആണ് അൽഹംദുലില്ലാ. ഐ ലുക്ക് ഗുഡ്, എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്, എന്റെ ചുറ്റുപാടുമുള്ള ആളുകളൊക്കെ എന്നെ ഒന്ന് അംഗീകരിക്കുന്നുണ്ട്, അവരെന്നെ നമുക്ക് തന്നെ തോന്നൂലേ നമ്മളെ ഉള്ളിൽ എന്നെ കാണാനൊക്കെ കൊള്ളാം, അങ്ങനെയുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും അല്ലെ. അപ്പം ആ ഒരു ഉള്ളിൽ നിന്നുള്ള ഒരു എനർജി വരുമ്പോൾ നമ്മൾ കൂടുതൽ ആളുകളോട് കുറച്ച് കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങും, ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാൻ തുടങ്ങും. അത് നമ്മൾ മോശം ഡ്രസ്സ് ഇടുന്നതിനേക്കാളും നമ്മൾ നല്ല ഡ്രസ്സ്, പുതിയ ഡ്രസ്സ് ഇടുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സുഖമാണ്, പ്രത്യേക ഒരു കോൺഫിഡൻസ് ആണ്. അപ്പൊ നമ്മൾ ആളുകളുമായിട്ട് ഡീൽ ചെയ്യുന്നതിന് ശരിക്കും വ്യത്യാസമാണ്. ഇപ്പൊ എനിക്കറിയില്ല ഇപ്പോഴും ആ ഫീലിംഗ് ഒക്കെ ഉണ്ടോന്ന്. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്കൂളിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിനൊക്കെ ഡ്രസ്സൊക്കെ ഇട്ട് പോകുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് അല്ലെ, അത് എല്ലാരെയും കാണിക്കാനും. അത് ഇടുമ്പോഴുള്ള ഒരു കോൺഫിഡൻസ് കാരണം നമ്മളെ സ്വഭാവം തന്നെ ഒന്ന് മാറും അന്നത്തെ ദിവസം. നമ്മൾ മാത്രമല്ല, നമ്മൾ ഇപ്പോൾ പുതിയ ഡ്രസ്സ് വാങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പഴയ ഡ്രസ്സുകൾ മറ്റുള്ളവർക്ക് കൊടുക്കുക, അതുവഴി നമ്മൾ കൂടുതൽ ജനറസ് ആവുകയും ചെയ്യും. അപ്പം ഈമാൻ പുതുക്കുമ്പോൾ അതേപോലെ നമ്മളുടെ നഫ്സിന്, നമ്മളുടെ ശരീരത്തിൽ നമുക്ക് എത്രത്തോളം കോൺഫിഡൻസ് ഒരു പുതിയ ഡ്രസ്സ് ഇടുമ്പോൾ ഉണ്ടാവോ, അതേപോലെ ഈമാൻ നമ്മളുടേത് പുതുക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം ഉണ്ടാവും. അതിനെ ഒരിക്കലും ഒന്നിനോടും കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു സന്തോഷമാണ് അല്ലേ. അത് നമ്മൾ ഫീൽ ചെയ്യാറുണ്ട്. നല്ല ഈമാനുള്ള സമയത്ത് നമുക്ക് വല്ലാത്തൊരു സന്തോഷം, വല്ലാത്തൊരു കോൺഫിഡൻസ്, വല്ലാത്തൊരു ധൈര്യമാണ്. എന്തെന്നെ സംഭവിച്ചു കഴിഞ്ഞാലും അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുമായിട്ട് ഞാൻ അടുത്താ നിൽക്കുന്നത്. ഈമാൻ കൂടുക എന്ന് പറയുന്നത് അള്ളാഹുവിനോട് അടുക്കുന്നതാണല്ലോ അല്ലെ. എനിക്ക് ഭയങ്കര സന്തോഷമാണ്, എന്തെന്നെ സംഭവിച്ചാലും കുഴപ്പമില്ല, കാരണം അള്ളാഹു ഉണ്ട് എനിക്ക്. ആ ഒരു ധൈര്യം. ഈമാൻ കുറയുമ്പോൾ ഇതൊക്കെ നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിലും എവിടേക്കോ നമുക്കൊരു കോൺഫിഡൻസ് കുറവും, നമുക്കൊരു ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെയാണ് അല്ലെ. ഇപ്പം ഈ വസ്ത്രം ധരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷവും അള്ളാഹു സുബ്ഹാനഹു വതആലയോട് അടുക്കുന്ന ഒരു സന്തോഷവും നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ശരിക്കും അത് കമ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നമ്മൾ കൂടുതൽ അടുക്കുക എന്ന് പറയുന്നത് അതൊരു വേറെ ലെവൽ സന്തോഷം തന്നെയാണ്. പക്ഷേ സത്യം എന്താന്ന് വെച്ചാൽ നമുക്കൊക്കെ നമ്മളുടെ ഈമാൻ പുതുക്കുക, അല്ലെങ്കിൽ ഈമാൻ കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലാക്കുക എന്നൊക്കെ പറയുന്നത് കേൾക്കാനൊക്കെ നല്ല സുഖമുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ വിചാരിച്ച അത്രയ്ക്ക് അങ്ങോട്ട് എത്തിക്കാൻ പറ്റൂല എന്നുള്ളൊരു തോന്നൽ ചിലർക്കെങ്കിലും അങ്ങനെ വരാറുണ്ട്. ഇപ്പൊ ഉള്ളതിനേക്കാൾ ഇനിയിപ്പോ ഒരുപാടൊന്നും എന്റെ ഈമാൻ അങ്ങോട്ട് പുതുക്കൂല. അതേപോലെ പണ്ട് എപ്പോഴാണ് നമുക്ക് ലാസ്റ്റ് ഭയങ്കര ഹൈ ഈമാൻ തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈമാൻ കാരണം ഭയങ്കര കോൺഫിഡന്റ് ആണ്, അള്ളാഹു സുബ്ഹാനഹു വതആലയായിട്ട് ഞാൻ അങ്ങേയറ്റം അടുത്താ നിൽക്കുന്നത് എന്ന് തോന്നിയിട്ടുള്ള ആ ഒരു സമയം നമുക്ക് എടുത്തു നോക്കാം. ഒരു പക്ഷേ ഇപ്പൊ നമ്മളെല്ലാരെയും കുറിച്ച് ചിന്തിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ കഴിഞ്ഞ റമദാൻ അല്ലെ, എല്ലാവരും മേ ബി കോമൺ ആയിട്ട് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു സമയമായിരിക്കും കഴിഞ്ഞ റമദാൻ. എല്ലാവർക്കും റമദാൻ എന്ന് പറയുമ്പോൾ ഒരു പീക്ക് ഈമാനുള്ള സമയമാണ് അല്ലെ. വല്ലാത്തൊരു സന്തോഷമാണ് ആ സമയത്ത്, ഭയങ്കര എനർജിയാണ്, ഭയങ്കര ഐഡിയലിസ്റ്റിക് പ്ലാനിങ് ആണ്. ഞാൻ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും, അതൊക്കെ ചെയ്യാറുണ്ട്. സുബ്ഹാനല്ലാഹ്, റമദാൻ ലൈലത്തുൽ ഖദ്റൊക്കെ ഭയങ്കര സന്തോഷമുള്ള സമയമാണ്. ഭയങ്കര അത് മാത്രമല്ല, നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒരു കൊല്ലത്തേക്കും അപ്പൊ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പലതും അല്ലെ, എല്ലാവരും ചെയ്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ഭയങ്കര ആത്മാർത്ഥതയാണ്. അപ്പം എല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് ട്രൂ ആയിട്ട് എല്ലാം വർക്ക്ഔട്ട് ആവും ഉറപ്പുള്ള രീതിയിലാണ് നമ്മളപ്പം പ്ലാൻ ചെയ്യുക റമദാന്റെ സമയത്ത്. ഞാൻ ജനറലി ഒരു എക്സാമ്പിൾ എടുക്കുന്നുള്ളൂ. റമദാൻ കഴിഞ്ഞിട്ടും ഹൈ ഈമാൻ പലർക്കും കിട്ടിയിട്ടുണ്ടാവും, പല സമയത്ത് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ റമദാൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ, അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ നമ്മൾ വലിയ വലിയ പ്ലാനുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. ഇതേപോലെ ഞാൻ തുടരുമെന്ന് തീരുമാനിച്ചും വെച്ചിട്ടുണ്ടാവും. പക്ഷെ റമദാൻ അങ്ങോട്ട് കഴിയും,
ചെറിയ ചെറിയ ചലഞ്ചസ് വരാൻ തുടങ്ങും. അപ്പൊ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാതാവും. അപ്പൊ നമുക്ക് നിരാശയാവും. ഈമാൻ അവിടെയും ഇവിടേക്ക് ഓരോ കോട്ടങ്ങളൊക്കെ തട്ടും അല്ലെ. ഒരു ചെറിയ പുതിയൊരു പ്രോബ്ലം, ലൈഫിൽ ഒരു പുതിയ പ്രോബ്ലം വരും. അപ്പൊ ഈമാനെ നോക്കാൻ തന്നെ പറ്റാണ്ടാവും. ഒരു പുതിയ തടസ്സം വരും. അപ്പൊ പിന്നെ ഈമാന്റെ കാര്യം ചിന്തിക്കാനേ പറ്റാത്ത ഒരവസ്ഥയാവും. അപ്പൊ നമുക്ക് തോന്നും ഇനിയിപ്പോ ഇത്രയൊക്കെ പറ്റുള്ളൂ, ഇനിയിപ്പോ ആ ഈമാനിലേക്കൊന്നും പോവാനൊന്നും പറ്റൂല അല്ലെ, മതി, ഇനിയിപ്പോ ഇത്രയേ ഉള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മെല്ലെ മെല്ലെ എത്തും. അങ്ങനെ നമ്മൾ ആ ഒരു കുറഞ്ഞ ഈമാനിൽ ജീവിക്കാന് പഠിക്കും. എല്ലാരും അങ്ങനെ അങ്ങനെ ഒരവസ്ഥയിലെങ്കിലും ലൈഫിൽ അങ്ങനെ തോന്നിയിട്ടുള്ളവരായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം റംലാന്റെ എക്സാമ്പിൾ എടുക്കും, റംലാന്റെ പീക്ക് ഈമാൻ, ഫുൾ പ്ലാനിങ്, അത് കഴിയുമ്പം ആ ചെയ്ത പ്ലാനിങ് ഒന്നും പലതും നമുക്ക് നടക്കൂല. പല ചലഞ്ചസ് വരും. അപ്പൊ നമുക്ക് ഒന്ന് ഡൗൺ ആവും, പിന്നെ പ്രശ്നങ്ങൾ വരും, അപ്പൊ വീണ്ടും ഡൗൺ ആവും. അപ്പൊ ഇനിയിപ്പോ ഇതൊക്കെ തന്നെയേ ഉള്ളൂ ഈമാൻ, ഈ ഈമാനോട് കൂടി ജീവിക്കാം. ഇനി ഈമാനോട് പഴയ റൊമാൻസ് ഒന്നും അല്ലെ, നമുക്ക് അന്ന് റംലാന് കിട്ടിയ റൊമാൻസ് ഒന്നും ഇനിയിപ്പോ ഈമാനോട് വർക്ക്ഔട്ട് ആവൂല. അത്രക്ക് സ്നേഹമൊന്നും ഇനി ഈമാനോട് എടുക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ ആ ഒരു സന്തോഷം വേണ്ട, ഇപ്പൊ ഉള്ള സന്തോഷമൊക്കെ മതി, ഇത്ര ഈമാനൊക്കെ മതി എന്ന് നമ്മളോട് തന്നെ പറയും. ഇത്രയൊക്കെ നടക്കുള്ളൂ, ഇതാണ് നോർമൽ, ഇത്രയേ വർക്ക്ഔട്ട് ആവുള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പഠിക്കും. നമ്മളെല്ലാവരും ഒരുപക്ഷെ നമ്മളുടെ ജീവിതം തന്നെ അങ്ങനെയാണ് അല്ലെ. ഒരു വിവാഹ ജീവിതത്തിലേക്ക് പലരും കാലെടുത്ത് വെക്കുമ്പോൾ വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ഇങ്ങനെ കുറച്ച് മുന്നോട്ട് പോകുമ്പോ ഇതിങ്ങനെയൊക്കെ ഉള്ളൂ, ഇത്രയൊക്കെ ഉള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നവരാണ്. അതേപോലെയാണ് നമ്മൾ ഈമാനെയും പലപ്പോഴും ഹാൻഡിൽ ചെയ്യാറ്. ശ്രമിക്കും, ചില സമയത്ത് നമ്മൾ നല്ല പീക്കിലെത്തും. ആ പീക്കിലെത്തുമ്പോൾ നമ്മൾ പലതും പ്ലാൻ ചെയ്യും. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പല സ്ഥലത്തുനിന്നും അടി കിട്ടും, പലതും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടക്കാതാവും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത്രയൊക്കെ ഉള്ളൂ, ഇങ്ങനെയൊക്കെ അങ്ങനത്തെ തള്ളി മുന്നോട്ട് പോട്ടെ എന്നല്ലേ. അങ്ങനെ നമ്മൾ സറണ്ടർ ചെയ്യും ആ ഒരു വീക്ക് ഈമാന് ഇത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾക്ക് വന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഓബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങൾ കാരണം നമ്മൾ ആ ഈമാന്റെ മാധുര്യം, നമ്മൾ ഹൈ ഈമാനുള്ള സമയത്ത് നമ്മൾ അനുഭവിച്ച ഒരു മാധുര്യമുണ്ട്, നമ്മൾ അനുഭവിച്ച ഒരു സന്തോഷം ഉണ്ടല്ലോ, ഒരു വേറെ തന്നെ ഒരു ഫീലിംഗ് ആണ്. അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീലിംഗ് ആണ് നമുക്ക് പലർക്കും കിട്ടാറ് ആ ഒരു ഹൈ ഈമാനുള്ള സമയത്തിൽ. അത് ശരിക്കും നമ്മൾ മറന്നു തന്നെ പോകും എപ്പം നമ്മൾ ഒരു രക്ഷയില്ലാണ്ട് ഈ ലോ ഈമാന് വേണ്ടി സെറ്റിൽ ചെയ്യുന്ന സമയത്ത്. അപ്പൊ അനുഭവിച്ചിരുന്ന സമാധാനം, നമ്മളുടെ സ്ട്രെങ്ത്, അതൊക്കെ നമ്മൾ മറന്നിട്ട് ഇപ്പം ഈമാനിനെ കുറിച്ച് നമുക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, അല്ലെങ്കിൽ ഈമാൻ നമുക്ക് ഇത്രയ്ക്ക് സന്തോഷം തരാൻ പറ്റുന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. പക്ഷെ ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാല് ഈമാന്റെ കുഴപ്പമല്ല, നമ്മള് ഈമാനെ സ്ട്രെങ്തൻ ചെയ്യാത്തതിന്റെ കുഴപ്പമാണ്. ഇപ്പം നമ്മൾ വൈവാഹിക ജീവിതത്തിനെ കുറിച്ച് പറഞ്ഞാൽ ഇത് ഇത്രയൊക്കെ ഉള്ളൂ എന്ന് വിചാരിക്കുന്ന പോലെയല്ല, ഇതിനെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യാത്തത് കൊണ്ടാണ്. നമ്മൾ വീണ്ടും അതിനെ പുഷ് ചെയ്ത് പഴയ അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ പുഷിങ് നിർത്തി, നമുക്കൊക്കെ ഇത്രയൊക്കെ സന്തോഷമുള്ളതേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ ഈമാൻ അവിടെ അങ്ങ് സ്റ്റാഗ്നന്റ് ആയിട്ട് അവിടെ അങ്ങ് നിൽക്കുന്നു, പിന്നെ അതിന്റെ മേലേക്ക് പോയില്ല. അപ്പോൾ നമുക്കറിയാം, വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറ്റ് ഒക്കെ തുടങ്ങുന്ന ആൾക്കാരുണ്ട് അല്ലെ. ഭയങ്കര കാര്യമായിട്ട് ഡയറ്റ് ഒക്കെ ചെയ്യും, എക്സസൈസ് ചെയ്യും. പക്ഷെ ഇങ്ങനെ കുറച്ച് കഴിയുമ്പം റിസൾട്ട് ഒന്നും കാണുന്നില്ല, വലിയ കാര്യമായിട്ട് വെയിറ്റ് ഒന്നും മാറുന്നില്ല. മെയിൻ കാരണം ഇൻകൺസിസ്റ്റൻസി ആയിരിക്കും. ഡയറ്റ് ചെയ്തതൊന്ന് ആകെ കൂടെ താളം മാറിയിട്ടുണ്ടാവും, താളം തെറ്റിയിട്ടുണ്ടാവും, എക്സസൈസ് ഒക്കെ പകുതി വഴിയിൽ നിർത്തിയിട്ടുണ്ടാവും. അപ്പൊ വെയിറ്റ് കുറയുന്നില്ല എന്ന് കാണുമ്പോൾ പിന്നെ അങ്ങ് നിരാശയായി അല്ലെ. വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്ന എനിക്ക് തോന്നുന്നു ഒരു 60% ആളുകളും ഇങ്ങനെയാണ്. കാര്യമായിട്ടൊക്കെ തുടങ്ങും, കാര്യമായിട്ട് ഡയറ്റ് തുടങ്ങും, കാര്യമായിട്ട് എക്സസൈസ് തുടങ്ങും, കുറച്ച് കഴിയുമ്പോൾ റിസൾട്ട് കാണുന്നില്ല എന്ന് തോന്നും. പിന്നെ ഇതിനകത്തോ ഇതിലൊന്നും വലിയ കഥയൊന്നുമില്ല, ഇതൊന്നും ചെയ്തിട്ട് വലിയ കാര്യമില്ല, ഇതിങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞാൽ അതിനെ അങ്ങ് സ്വീകരിക്കും അല്ലെ. പക്ഷെ ഈ ഒരു നിരാശ അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയാ പെസിമിസം, എന്താണ് ശുഭപ്രതീക്ഷ ഇല്ലായ്മ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ ഈ ഒരു മെത്തേഡിന്റെ കുഴപ്പമില്ല, ആ ഡയറ്റിന്റെയോ എക്സസൈസിന്റെയോ കുഴപ്പമില്ല, പകരം നമ്മൾ അതിൽ നിന്നിട്ടില്ല എന്നുള്ളതിന്റെ കുഴപ്പമാണ്. നമ്മൾ അതിനെ സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതിന്റെ കുഴപ്പമാണ്. അതേപോലെ ഈമാൻ നമ്മൾക്ക് കുറഞ്ഞ ഈ ഒരു എക്സൈറ്റ്മെന്റും ഈ ഒരു സമാധാനം സന്തോഷവും ഒക്കെ നഷ്ടപ്പെടുക എന്നുള്ളത് അത് ഈമാന്റെ കുഴപ്പമില്ല. നമ്മൾ അതിനെ സ്ട്രോങ് ആയിട്ട് പിടിച്ചില്ല, അല്ലെങ്കിൽ അതിനെ മുറുക്കി നമ്മളുടെ കയ്യിൽ വെച്ചില്ല, അല്ലെങ്കിൽ അതിനെ നഷ്ടപ്പെടുത്താത്ത രീതിയിൽ അതിന്റെ പിന്നാലെ ഓടിയില്ല, അല്ലെങ്കിൽ അതിനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മളുടെ ഈമാൻ അങ്ങനെ ഈ പറഞ്ഞ പോലെ ഇതൊന്നും നടക്കാൻ പോണ കേസല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ ഹൃദയം മുഴുവനും കൊടുത്ത് അതിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കുക,
അതിനു വേണ്ടി തീരുമാനിക്കുക. നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലേ, സ്വർഗത്തിന്റെ കാര്യം ആലോചിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് എത്തിയാൽ മതി, സ്വർഗത്തിന്റെ ഒരു മണം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അത്രേ എന്നെ കൊണ്ട് പറ്റുള്ളൂ എന്ന് വിചാരിച്ച് ചെയ്യുന്നവരാണ്. ഒരിക്കലും അല്ല. നമുക്ക് ടോപ്പ് തന്നെ വേണം, നമുക്ക് ജന്നാത്തുൽ ഫിർദൗസ് തന്നെ വേണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തന്നെ എത്തണം എന്ന് അത് ആഗ്രഹിച്ച് അതിനുവേണ്ടി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നിർത്താതെ വർക്ക് ചെയ്യാൻ മാത്രമുണ്ട്. നമ്മുടെ മരണം വരെ നമുക്ക് വർക്ക് ചെയ്യാൻ മാത്രമുണ്ട്. അതേപോലെയാണ് നമ്മളുടെ ഈമാൻ. ഈമാനെ നമ്മൾ കൈവിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈമാൻ അവിടെ അങ്ങ് സെറ്റിൽ ആവും. പിന്നെ അതിൽ നിന്ന് താഴോട്ട് പോയി കഷ്ടിച്ച മേലോട്ട് വലിഞ്ഞെത്തി പിന്നെയും താഴോട്ട് പോയി അങ്ങനെ പോകുള്ളൂ. അതിന്റെ മേലേക്ക് ഈമാൻ പോവില്ല. അപ്പം ഫുൾ ഹൃദയം കൊടുത്തിട്ട് വിശ്വസിക്കുക, ഫുൾ ഹൃദയം കൊടുത്ത് ആഗ്രഹിക്കുക, എന്റെ ഈമാൻ ഇതിനേക്കാളും മേലേക്ക് എനിക്ക് കൊണ്ടുപോകാൻ പറ്റും. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ കംപ്ലീറ്റ് സറണ്ടർ ചെയ്യുക. അള്ളാഹ് എനിക്ക് അന്ന് ഞാൻ അനുഭവിച്ച ആ ഒരു സമാധാനം, എല്ലാവർക്കും ഉണ്ടാവും ലൈഫിൽ ഏതെങ്കിലുമൊക്കെ സ്റ്റേജിൽ എന്റെ ഈമാൻ ഭയങ്കര ഹൈ ആയിരുന്നു, ഭയങ്കര സമാധാനമായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു എന്നുള്ള ഫീലിംഗ് ഉള്ള ആ ഒരു മേ ബി ഇനി ഇല്ലെങ്കിൽ അങ്ങനെ വേണം. അതിന് ആ ഒരു അവസ്ഥയിലേക്ക് എനിക്ക് എത്തണം, ഏറ്റവും ടോപ്പ് ഈമാനിൽ എത്തണം. അള്ളാഹുവേ നീ എന്നെ സഹായിക്കുന്നു, നിനക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു. ഓക്കെ, അപ്പം ആ ഒരു രീതിയിലുള്ള ഹാപ്പിനെസ് അല്ലെങ്കിൽ സന്തോഷം അല്ലെങ്കിൽ പീസ്, സമാധാനം നമ്മൾ ആഗ്രഹിച്ചാലേ നമുക്കത് കിട്ടുള്ളൂ. ആ ഒരു രീതിയിൽ എനിക്ക് എത്തണം എന്ന് നമ്മൾ വിചാരിച്ച് നമ്മൾ ദുആ ചെയ്ത് നമ്മൾ പ്രവർത്തിച്ചാലേ നമുക്ക് കിട്ടുള്ളൂ. അല്ലാണ്ട് ഇതേ ഉള്ളൂ ഈമാൻ, ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ സെറ്റിലായി അവിടെ സെറ്റിലായി പോകും, പിന്നെ അവിടുന്ന് മുന്നോട്ട് പോകാൻ പറ്റൂല. അപ്പൊ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയും സ്റ്റോപ്പ് ചെയ്യും. അള്ളാഹു പിന്നെ അതിനപ്പുറത്തേക്ക് നമ്മുടെ ആഗ്രഹം ഇത്രയൊക്കെയല്ലേ ഉള്ളൂ, അപ്പൊ ഇത്ര തരും. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അള്ളാഹു തരും. അപ്പം ഈ കാര്യങ്ങളിലൊന്നും ഒരിക്കലും ചെറുത് ആഗ്രഹിക്കുകയേ വേണ്ട. ഈമാന്റെ കാര്യത്തില്, സ്വർഗത്തിലുള്ള ലെവലിന്റെ കാര്യത്തില്, പ്രതിഫലങ്ങളുടെ കാര്യത്തിൽ ഒന്നും ചെറുത് ആഗ്രഹിക്കുക വേണ്ട, വലുത് തന്നെ ആഗ്രഹിക്കുക. ആഗ്രഹിച്ചാൽ മാത്രം പോരാ, ദുആ ചെയ്യണം, അത് മനസ്സിലാക്കണം, അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, അങ്ങനെ നമ്മൾ ആ ഒരു ഈമാനിൽ നമ്മൾ ഗ്രോ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള ഈമാൻ അങ്ങനെ കൂടി 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 നമ്മൾ ഇതുവരെ അനുഭവിക്കാത്ത ലെവലിലേക്ക് കൂടുമ്പം നമ്മളുടെ ഓരോ കുറ്റബോധങ്ങളും, നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങൾ, നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി, ദേഷ്യം, ആങ്സൈറ്റി ഒക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ കൊഴിഞ്ഞു പോണത് കാണാം. നമ്മൾ വേറെ തന്നെ ഒരു ലെവലിൽ എത്തുന്ന ഒരു ഫീലിംഗ് എന്തായാലും ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. അത് എത്രത്തോളം നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആലയോട് അടുക്കുന്നു, എത്രത്തോളം നമ്മൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നു, എത്രത്തോളം നമ്മൾ അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൂട്ടി കൊണ്ടുവരുന്നുവോ അതിനനുസരിച്ച് നമ്മളുടെ എല്ലാം, നമ്മളെ ലൈഫിലുള്ള പലതും നമ്മളെ അലട്ടിയിട്ടുണ്ടാവും, പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവും, നമ്മളെ ഈമാന് തടസ്സമായിട്ടുള്ള പലതും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവും. അതെല്ലാം ഇങ്ങനെ നമ്മൾ പോലും അറിയാതെ ഒന്നും ഒരു പ്രശ്നമല്ലാത്ത രീതിയിൽ കൊഴിഞ്ഞു പോകുന്നത് കാണാം. നമ്മൾ അതൊക്കെ ഉണ്ടാവും, അതൊക്കെ അതിന്റെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു തആല നോക്കിക്കോളും. തവക്കുൽ. എനിക്ക് റബ്ബിനോടുള്ള ഇഷ്ടം, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. എനിക്ക് റബ്ബിനോടുള്ള സ്നേഹം, എന്റെ നഫ്സിനെ ഞാൻ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ എനിക്ക് എന്റെ റബ്ബിനെയാണ് ഇഷ്ടം. അല്ലെങ്കിൽ എന്റെ ഈമാൻ, അതിന് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്യും എന്ന് പറയുമ്പോൾ നമുക്ക് ഇതെല്ലാം ഭയങ്കര ഈസി ആയിട്ട് മാറും. ഇപ്പൊ നമ്മളുടെ ജീവിതം എന്താ, നമ്മൾ ജീവനെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ജീവിച്ച് തീർക്കുകയാണ് അല്ലെ. പലപ്പോഴും നമ്മളെ ക്ഷീണിച്ച് എന്നെ കൊണ്ട് പറ്റൂല, മാനസികവും ശാരീരികവും ഒക്കെ ആയിട്ട് തളർന്ന് പലരും പല രീതിയിൽ കുത്തലും ചവിട്ടലും വിഷമങ്ങളും ഒക്കെ, എന്ത് ചെയ്യാനാ, ജീവിച്ച് തീർക്കണ്ടേ. സത്യം പറയണെങ്കിൽ ഒരു പക്ഷെ നമ്മൾ പുറത്ത് പറയുന്നില്ലെങ്കിൽ പോലും പലരുടെയും ഉള്ളിൽ അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഓടുന്നുണ്ട്. എന്താക്കാനാ ജീവിച്ച് തീർക്കുക. അങ്ങനെ അല്ലാതെ നമ്മളുടെ ജീവിതം മീനിങ് ഫുൾ ആയിട്ട് മാറും. ഈ ലെവലിൽ നമ്മൾ ഈമാനിനെ പുഷ് ചെയ്തിട്ട് അടുത്ത ലെവലിലേക്ക് നമുക്ക് ജീവിതത്തിന് എന്തൊക്കെയോ അർത്ഥങ്ങളുണ്ട്, എന്തൊക്കെയോ ചെയ്യാനുണ്ട്, ഞാൻ ചെയ്യുന്നതിനൊക്കെ എന്തൊക്കെയോ എന്താ പറയാ ആഴങ്ങളുണ്ട്, അതിനൊക്കെ ഗുണങ്ങളുണ്ട് എന്നൊക്കെ തോന്നി ഞാൻ തന്നെ എനിക്ക് വാല്യുബിൾ ആയിട്ട് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. നമ്മളുടെ ആ ഒരു നഫ്സിൻ്റെതായ ഒരു മടിയും ഒരു നിരാശയും ഒക്കെ അങ്ങോട്ട് മെല്ലെ മെല്ലെ ഇല്ലാണ്ടാവും. അങ്ങനെ ഈമാന് നമ്മളുടെ ഹൃദയത്തിന് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുവാദം നമ്മൾ കൊടുത്ത് അതിനു വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ, അങ്ങനെ നമ്മൾ ഈമാനിനെ ഓരോ പ്രാവശ്യവും പുതുക്കുക. ഈമാൻ ലോ ആവും, കാരണം ലോ ആവുന്ന കാര്യമാണ് നമ്മൾ മുന്നേ പറഞ്ഞല്ലേ. ലോ ആയാലും വീണ്ടും വീണ്ടും പുതുക്കിയാലും പുതുക്കിയ ലെവലിൽ നിൽക്കാണ്ട് അടുത്ത ലെവൽ എന്ന് വിചാരിച്ചിട്ട് റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്ത് അതിനുവേണ്ടി പ്രവർത്തിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ എനർജി ഉണ്ടാവും, എക്സ്ട്രാ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും, നമുക്ക് സ്ട്രോങ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് കംപ്ലീറ്റ് സറണ്ടർ ചെയ്യുക, അള്ളാഹുവിനെ മുഴുവനായിട്ട് അത് ഏൽപ്പിക്കാം. അപ്പൊ ഇങ്ങനെയാണ് ഈമാൻ പുതുക്കുന്നത്. അപ്പം ഈമാൻ പഴയതാവും നമ്മൾ മനസ്സിലാക്കി, പുതുക്കാൻ പറ്റുമെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി എങ്ങനെയാണ് പുതുക്കുക എന്നുള്ളതാണ് നമ്മൾ അടുത്ത ചോദ്യം. നമ്മൾ സത്യം പറയണമെങ്കിൽ ഈമാന്റെ എൻജിൻ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വലിയ വലിയ റിസൾട്ടുകളൊക്കെ കിട്ടും. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ രോഗങ്ങളൊക്കെ, അതിന് വേണ്ട ചികിത്സകളൊക്കെ അൽഹംദുലില്ലാഹ് ഒരുപാട് ചികിത്സകൾ നമുക്കിപ്പോ കിട്ടി. ഇനിയും ഒരുപാട് രോഗങ്ങൾ ബാക്കിയുണ്ട്, അതൊക്കെ ചികിത്സിക്കപ്പെടും. നമ്മുടെ സ്വഭാവം നന്നാവും, നമ്മളുടെ തെറ്റുകളൊക്കെ
എന്താണ് കൂടുതൽ കൂടുതൽ നന്മകൾ കൊണ്ട് മറയ്ക്കപ്പെടും. അല്ലെങ്കിൽ തെറ്റുകൾ സ്വാഭാവികമായിട്ടും രോഗങ്ങൾ ചികിത്സിക്കപ്പെടുമ്പോൾ തെറ്റുകൾ പോയിക്കോളൂ അല്ലെ. എന്നിട്ട് പകരം അവിടെ നന്മകൾ വെച്ച് എന്താ പറയാ ഫില്ല് ചെയ്യപ്പെടും. നമുക്ക് ഫിത്നകളോട് അല്ലെങ്കിൽ തിന്മകളോട് അല്ലെങ്കിൽ ഇബ്ലീസിനോട് കൂടുതൽ ശക്തമായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും, എതിർക്കാൻ പറ്റും. അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നമ്മൾ കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കാൻ പറ്റും. നമ്മുടെ ഹൃദയത്തിൽ നല്ല എന്താണ് റിദ കണ്ടന്റ്മെന്റ് ഉണ്ടാവും. എങ്ങനെയാണ് ഈമാൻ പുതുക്കേണ്ടത്? ഹദീസിന്റെ അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലെ, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ഈമാൻ പുതുക്കാൻ വേണ്ടി തേടിക്കൊണ്ടിരിക്കുക. അല്ലാഹുമ്മ ജദ്ദിദിൽ ഈമാന ഫീ ഖുലൂബനാ, അല്ലാഹുമ്മ ജദ്ദിദിൽ ഈമാന ഫീ ഖുലൂബനാ. ഇത് നമ്മളുടെ ദുആകളുടെ നമ്മുടെ സ്ഥിരം ദുആന്റെ പാട്ടാക്കി മാറ്റുക. നമ്മൾ എപ്പോൾ റബ്ബിന്റെ അടുത്ത് എന്ത് വിഷമം നമ്മൾ ചോദിക്കുന്നുണ്ടെങ്കിലും ഈ കാര്യത്തിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മൾ ഇതുപോലെ പല ദുആകളും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് അല്ലെ. വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് റബ്ബിന്റെ അടുത്ത് ചോദിക്കേണ്ട ആ ഒരു സെറ്റ് കഴിഞ്ഞ എനിക്കൊന്ന് 5-6 ക്ലാസ്സുകളിൽ ഇത് തന്നെയാ പറഞ്ഞത്, ഇങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാ പറഞ്ഞത്. ആ ഒരു സെറ്റ് നമ്മൾ ഒരു ഒഴുക്കില് എന്ന് പറഞ്ഞാൽ ബൈഹാർട്ട് പഠിച്ച് പദ്യം ചൊല്ലുന്ന പോലെ ആയി പോകരുത്. മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് റബ്ബിന്റെ അടുത്ത് ആത്മാർത്ഥമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക ഈമാൻ പുതുക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്തായാലും ഈമാനിന് വേറെ ടയർ വരും അല്ലെ. അപ്പൊ റബ്ബിന്റെ അടുത്ത് എപ്പോഴും ഈമാൻ പുതുക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക. അത് നമ്പർ 1. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മളുടെയൊക്കെ ജീവിതത്തിലെ ബിസി ഷെഡ്യൂളിൽ കുറച്ച് സമയം നമ്മളുടെ ഹൃദയത്തിന് വേണ്ടിയും നമ്മളുടെ പരലോകത്തിന് വേണ്ടിയും മാറ്റി വെക്കുക. നമ്മളെല്ലാവരും അങ്ങനെ മാറ്റി വെക്കുന്നവരൊക്കെ തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. എന്നാലും നമ്മളെപ്പോഴും പറയുന്ന പോലെ അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് അത് വെറുതെ മനസ്സിൽ ചിന്തിച്ച് കളയാനുള്ളതല്ല. ഒരു പേനയും ബുക്കും ഒക്കെ എടുത്ത് ഇരുന്ന് ഒരു നോട്ടൊക്കെ വെച്ച് ചിന്തിക്കുക, എന്തൊക്കെയാണ് എന്നിൽ മിസ്സിങ് ഉള്ളത്, എവിടേക്കാണ് തിരുത്താനുള്ളത്. ഇപ്പൊ അൽഹംദുലില്ലാഹ് നമുക്ക് പല കോഴ്സുകളായിട്ടില്ല. ഇപ്പൊ നമ്മുടെ ഖുർആൻ തഫ്സീർ കോഴ്സിന് അൽഹംദുലില്ലാഹ് പല രീതിയിലും അതിന് ഹെൽപ്പ് ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ തഫ്സീർ കോഴ്സിന് മെയിൻ ആയിട്ടുള്ള ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് നിങ്ങൾ തഫ്സീർ പഠിച്ച്, അതായത് ഫുൾ ബൈ ഹാർട്ട് പഠിച്ച് അല്ലെങ്കിൽ അർത്ഥങ്ങളൊക്കെ ഉരുവിടുന്നതിനേക്കാളും ഓരോ ആയത്ത് പഠിക്കുമ്പോഴും ഇവിടെ എനിക്ക് എന്ത് മാറാനുണ്ടെന്ന് എഴുതി വെക്കൽ നിർബന്ധമാണ്. അതിനുവേണ്ടി ദുആ ചെയ്യൽ, അതിനുവേണ്ടി വർക്ക് ചെയ്യൽ നിർബന്ധമാണ് അല്ലെ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ സീരിയസ് ആക്കി എടുക്കുക. കുറച്ച് സമയം അതിനു വേണ്ടി കണ്ടെത്തുക. ഒരു ദിവസത്തിലാണെങ്കിലും ആഴ്ചയിലാണെങ്കിലും എങ്ങനെയാണോ ഓരോരുത്തരുടെ ഷെഡ്യൂളിനനുസരിച്ച് അതിന് വേണ്ടി സമയം കണ്ടെത്തുക. ആ ഒരു ട്രാക്ക് എപ്പോഴും കറക്റ്റായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ നമ്മുടെ ലൈഫിൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ട്രാക്കുകളും ഉണ്ട് അല്ലെ. നമ്മളെ മക്കളുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടാവും, കുക്കിംഗ് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടാവും, ക്ലീനിങ് കറക്റ്റായി ചെയ്യുന്നുണ്ടാവും, നമസ്കാരങ്ങളും ദിവാദകളും ദിക്റുകളും ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. പക്ഷെ ആ കൂട്ടത്തിൽ സ്ഥിരമായിട്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനുള്ള ഒരു ട്രാക്കായിട്ട് ഇതിനെയും കൂടെ ഉൾപ്പെടുത്തുക. എന്ത്? നമ്മളുടെ ജീവിതത്തിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ നെഫ്സിനെ കുറിച്ച് ചിന്തിക്കുക. എന്തൊക്കെയാണ് മിസ്സിങ്, എന്തൊക്കെയാണ് കറക്റ്റ് ചെയ്യാനുള്ളത്, എന്തൊക്കെയാണ് തിന്മകൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, സ്റ്റോപ്പ് ചെയ്യുക, അറ്റ്ലീസ്റ്റ് കുറയ്ക്കാൻ ശ്രമിക്കുക, കുറച്ച് അത് നിർത്താൻ ശ്രമിക്കുക. എന്തൊക്കെ നല്ലതാണ് ചെയ്യുന്നത് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക, എന്തൊക്കെയാണ് പ്രശ്നമുള്ളത് അതിനെ ഫിക്സ് ചെയ്യുക. അതായത് ചിലതൊക്കെ നമ്മൾ നന്മയിലൊക്കെ അങ്ങോട്ട് എത്തിയിട്ടുണ്ടാവില്ല, ശ്രമിക്കുന്നേ ഉണ്ടാവുള്ളൂ. ചില തിന്മകൾ നമ്മൾ നിർത്താൻ ശ്രമിക്കുന്നുണ്ടാവും, നിന്നിട്ടുണ്ടാവില്ല. അപ്പം അതിനൊക്കെ ഫിക്സ് ചെയ്യാം. അത്തരത്തിലുള്ള ഒരു റിഫ്ലക്ഷൻ അല്ലെങ്കിൽ മുഹാസബ, നമ്മളുടെ തന്നെ അക്കൗണ്ടിലെ ഹിസാബ് നമ്മൾ ചെയ്യുന്ന ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. നമ്മളുടെ ഈമാന്റെ ഹെൽത്തിന് വേണ്ടിയിട്ട്, അതിന്റെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട് ഒരു സമയം കണ്ടെത്തുക. അതാണ് പോയിന്റ് നമ്പർ 2. ആദ്യത്തേത് നമ്മൾ പറഞ്ഞു ദുആ ആണെന്നല്ലേ. ഇത് നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മുടെ തഫ്സീറിന്റെ ആക്ഷൻ പ്ലാനിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. നമ്മൾ അതിനുവേണ്ടി പ്രത്യേകം സമയം കണ്ടെത്തിയിട്ട് അത് സീരിയസ് ആക്കി എടുത്തിട്ട് എഴുതിയിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ ഡെയിലി നമ്മൾ സ്ഥിരമായിട്ട് ഉറപ്പായിട്ട്, അതായത് എഴുതി വെച്ച് ചെയ്യേണ്ടാത്ത ചില കാര്യങ്ങളുണ്ട് നമ്മളുടെയൊക്കെ ലൈഫിൽ അല്ലെ. അത് കുക്കിംഗ്, നിസ്കാരം, ദുആ, അങ്ങനത്തെ പല കാര്യങ്ങൾ, അല്ലെങ്കിൽ മക്കളുടെ കാര്യങ്ങൾ, ഹസ്ബൻഡിന്റെ കാര്യങ്ങൾ, അങ്ങനത്തെ നമ്മൾ എഴുതി വെച്ചിട്ട് ചെയ്യേണ്ടാത്ത ചില കാര്യങ്ങളുണ്ട്. അതേപോലത്തെ ഒരു കാര്യമായിട്ട് മാറണം ഇത് മുഹാസബ. നമ്മളുടെ തന്നെ ഹിസാബ് എടുക്കുന്ന കാര്യം നിർബന്ധമായിട്ട് നമ്മളുടെ ഡെയിലി റൂട്ടീനിൽ കൊണ്ടുവരാം. ഇനിയും കൊണ്ടുവരാത്തവര്, അല്ലെങ്കിൽ ഡെയിലി അല്ലെങ്കിലും വീക്ക്ലി മന്ത്ലി എങ്കിലും ആക്കിയിട്ട് കൊണ്ടുവന്നിട്ട് മെല്ലെ മെല്ലെ അത് ഡെയിലിയിലേക്ക് കൊണ്ടുവരാം. ഡെയിലി കൊണ്ടുവരാൻ മാത്രം ഉണ്ട് നമുക്ക്. അത്രയ്ക്ക് ചേഞ്ചസ് നമുക്ക് വരുത്താനുണ്ട് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ. നമ്മളൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അബൂ ദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് ഷർഹു ഉസൂൽ ഇഅ്തിഖാദ് അഹ്ലു സുന്ന വൽ ജമാഅ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഒരാള് അയാളുടെ ഈമാനെ ടേക്ക് കെയർ ചെയ്യുകയും എന്താണ് അയാളുടെ ഈമാൻ കുറയ്ക്കുന്നത് എന്ന് നോക്കുകയും ചെയ്യുന്നത് അയാളുടെ
അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ അയാളുടെ ഫഹ്മിന്റെ ആഴത്തിൽപ്പെട്ട, അതായത് നല്ല പോലെ ആഴത്തിൽ മനസ്സിലാക്കിയ ഒരാൾക്കേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അയാളുടെ ഈമാനിന്, എന്റെ ഈമാന്റെ അവസ്ഥ എന്താണ്, ഡെയിലി ഒന്ന് ഈമാനെ പിടിച്ച് കുലുക്കി നോക്ക്, എന്താണ് എന്റെ ഈമാന്റെ അവസ്ഥ, എവിടേക്കാണ് ഈമാൻ കുറഞ്ഞു പോണത്, അതെന്ത് ചെയ്യാൻ പറ്റും എന്ന് ചെയ്യുന്ന ഒരാളെന്ന് പറയാൻ, ഒരാൾക്ക് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അത് അയാളുടെ അറിവിന്റെ ആഴത്തിൽ നിന്നുള്ളതാണ്. അപ്പൊ നല്ല രീതിയിൽ മനസ്സിലാക്കിയവർക്കേ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ തുടങ്ങിയില്ലെങ്കിൽ നമ്മൾ അത് തുടങ്ങണം, നമ്മൾ ആ രീതിയിൽ മനസ്സിലാക്കിയ ആളുകളാവണം. പിന്നെ അടുത്ത കാര്യം പറയുന്നത്, അയാള് ഇതന്നെ ഇതിന്റെ കണ്ടിന്യൂറ്റി ആണ്. അയാള് എന്തെങ്കിലും നന്മയുടെ കാര്യത്തിൽ എന്തെങ്കിലും എക്സ്ട്രാ ഗെയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നത്. അതായത് ഇപ്പൊ ഞാൻ ഇന്നലത്തേനേക്കാളും എന്തെങ്കിലും കൂടുതൽ നന്മ ഇന്ന് ചെയ്തോ, അറ്റ്ലീസ്റ്റ് ഇന്ന് ഞാൻ എന്തെങ്കിലും നന്മ ചെയ്തോ, അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് നഷ്ടപ്പെട്ടോ എന്ന് ചിന്തിക്കുന്നതും ഇതേപോലെ അയാളുടെ അറിവിന്റെ ആഴത്തിൽപ്പെട്ട. ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു പാസിംഗ് തോട്ട് പോലെ നമ്മളൊക്കെ ചെയ്യുന്നുണ്ടാവും അല്ലെ. നമ്മളെല്ലാവരും ചിലപ്പോൾ രാത്രി കിടക്കുമ്പോൾ ഒക്കെ ചിന്തിക്കുന്നുണ്ടാവും, അങ്ങനെ ഞാൻ ചെയ്തല്ലോ, അല്ലെങ്കിൽ എന്റേത് ഇങ്ങനെ ആയിപ്പോലെ, അല്ലെങ്കിൽ നാളെ അത് അങ്ങനെ ചെയ്യണം എന്നൊക്കെ. അത് നമ്മൾ പാസിംഗ് തോട്ട് പോലെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അത് വളരെ സീരിയസ് ആക്കിയിട്ട് നമ്മളെ ബാക്കിയുള്ള റൂട്ടീൻ പോലെ ഡെയിലി ഒക്കെ ചെയ്യുന്ന പോലെ നമ്മളൊന്നും എത്തിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അറ്റ്ലീസ്റ്റ് കുറച്ച് പേരെങ്കിലും എത്തിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അതിനെ സീരിയസ് ആക്കി എടുക്കുക. ബാക്കിയെല്ലാം, അതായത് നമ്മുടെ ഡെയിലി റൂട്ടീനിൽ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പോലെ ഇത് സീരിയസ് ആക്കി എടുക്കുക. അതേപോലെ മൂന്നാമത് പറഞ്ഞിട്ടുള്ള കാര്യം, ഇതിപ്പോ നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു. അയാളുടെ ഈമാനിനെ ശ്രദ്ധിക്കുക, ഈമാനിനെ കുറയ്ക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിക്കുന്നത് അയാളുടെ അറിവിന്റെ ആഴത്തിൽപ്പെട്ടതാണ്. അയാൾ ഓരോ ദിവസവും എന്തൊക്കെ കൂടുതൽ നന്മ ചെയ്തു അല്ലെങ്കിൽ എന്തൊക്കെ നഷ്ടപ്പെടുത്തി എന്ന് ചിന്തിക്കുന്നത് അറിവിന്റെ ആഴങ്ങളിൽ പെട്ടതാണ്. 3, അയാൾക്ക് വസ്വസ വന്നത് എന്ന് മനസ്സിലാക്കുന്നത് അയാളുടെ അറിവിന്റെ ആഴത്തിൽപ്പെട്ടതാണ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകളായി മാറുക നമ്മൾ ഓരോ ദിവസവും. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വെറുതെ ചിന്തിച്ചതുകൊണ്ടൊന്നും അറിയാൻ പറ്റൂല. കാരണം ഇത് ഇന്നത് ഇബ്ലീസിന്റെ വസ്വസ ആണ് നമുക്ക് അറിയണമെങ്കിൽ അത് നമ്മുടെ എൽമിൽ നിന്നാണ് വരുന്നത് അല്ലെ. അപ്പം എൽമ് കമ്പൈൻഡ് വിത്ത് പ്രവൃത്തിയാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാകുള്ളൂ. അപ്പൊ നമ്മൾ അൽഹംദുലില്ലാഹ് നമ്മുടെ മിക്ക ദിവസങ്ങളിലെയും ക്ലാസ്സുകൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു പോയിന്റ് തരുന്ന ക്ലാസ്സുകളായിരിക്കും. മിഷ്കാത്തിൽ ഇപ്പൊ ഡെയിലി ഉച്ചക്കൊക്കെ നടക്കുന്ന അല്ലെ, എന്തെങ്കിലുമൊക്കെ നമുക്ക് അതിൽ നിന്ന് പഠിക്കാനുണ്ടാവും. നമ്മളോട് തന്നെ ചോദിക്കുക, ഇത് എഴുതി വെക്കുക, എനിക്ക് ഇന്നത് മാറാനുണ്ട്. പഴയ പേജിലേക്കൊക്കെ മറിച്ചു നോക്കുക, ഞാൻ എഴുതി വെച്ചാൽ എന്തോ മാറ്റം വന്നിട്ടുണ്ടോ, ഇല്ല, ഇനി ഇതിനെ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, എന്ത് കൂടുതൽ മനസ്സിലാക്കണം, അല്ലെങ്കിൽ റബ്ബിന്റെ അടുത്ത് ഒന്നുകൂടെ ദുആ ചെയ്യണം. ചിലപ്പോൾ ദുആ നമ്മൾ കുറച്ചു കാലം കഴിയുമ്പോൾ ആ കാര്യം വിട്ടുപോകും. അപ്പൊ ദുആനെ പുതുക്കിയെടുക്കുക. ഓക്കെ. അപ്പം ഇത് നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക നമ്മുടെ ഈമാനിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട്. ഒക്കെ ഇതൊന്നും പുതിയ കാര്യമൊന്നും അല്ല, പക്ഷെ നമ്മൾ അത്ര സ്ട്രോങ് ആക്കി എടുത്തിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഇതിനൊക്കെ വളരെ സീരിയസ് ആയിട്ട് സ്ട്രോങ് ആക്കിയിട്ട് എടുക്കാം. നമ്മുടെ ഈമാനെ നമ്മൾ ശരിക്കും ഇൻസ്പെക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുക. ഇൻസ്പെക്ഷൻ നടത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല നമ്മളുടെ ഈമാൻ കുറഞ്ഞു പോണത്. നമ്മളിങ്ങനെ ഈ പറഞ്ഞ പോലെ പാസിംഗ് തോട്ട് മാത്രം പോരാ, സീരിയസ് ആക്കി എടുത്ത് ഇൻസ്പെക്ഷൻ നടത്തി എഴുതി വെച്ച് ഇന്നത് മാറ്റണം എന്ന് മനസ്സിലാക്കി ചെയ്യുമ്പോഴേ നമ്മുടെ ഈമാൻ കുറയുന്നതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കിയാലേ നമുക്ക് അതിനെ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ, ഫിക്സ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് രണ്ടാമത്തെ കാര്യം, ഈമാൻ പുതുക്കുന്നതിന്റെ ടിപ്സ് ആണ് നമ്മൾ പറയുന്നത്. ആദ്യത്തേത് റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്യാൻ പറഞ്ഞു. രണ്ടാമത്തത് സീരിയസ് ആക്കി എടുത്ത് അതിനെ ട്രാക്ക് ചെയ്ത് എഴുതേണ്ടതൊക്കെ എഴുതി അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യാം. മൂന്നാമത്തത് ഈമാനുള്ള ആളുകളുമായിട്ടുള്ള കൂട്ട്. അൽഹംദുലില്ലാ നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ് അക്കാര്യത്തിൽ അല്ലെ. ഡയറക്റ്റ് അല്ലെങ്കിൽ പോലും ഓൺലൈൻ ആണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് അൽഹംദുലില്ലാ അങ്ങനെയുള്ള ആൾക്കാർ, നമുക്ക് മാതൃകയായിട്ടുള്ള ആൾക്കാർ നമ്മളുടെ ചുറ്റുമുണ്ട്. അൽഹംദുലില്ലാ പലരിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാനുണ്ട്. അവരെ പോലെ ആവണം ഇവരെ പോലെ ആവണം തോന്നിക്കുന്ന രീതിയിൽ നമുക്ക് പലതും കാണിച്ചു തരുന്ന പറഞ്ഞു തരുന്ന ആളുകൾ അൽഹംദുലില്ലാ നമുക്ക് ഇന്നുണ്ട്. അപ്പം അവരുടെ കൂടെ ആയിരിക്കുക, അവരുടെ കൂടെ ഇബാദത്ത് ചെയ്യുക എന്നൊക്കെ ഉള്ളത് അതിന്റെ ഒരു ടിപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. അതായത് മുആദ് റളിയല്ലാഹു അൻഹു പറയാണ്, നമുക്ക് 1 മണിക്കൂർ ഇരിക്കാം, അങ്ങനെ നമുക്ക് നമ്മളുടെ ഈമാൻ വർദ്ധിപ്പിക്കാം. മുആദ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരിൽ നല്ല അറിവുള്ള ഒരു വ്യക്തിയാണ്. വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള, അറിഞ്ഞിട്ടുള്ള, പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറയാണ്, നമുക്കിതാ മറ്റ് ഈമാനുള്ള ആളുകളുടെ കൂടെ ഇരുന്ന്, സച്ചരിതരായ ആളുകളുടെ കൂടെ ഇരുന്ന് നമുക്ക് ഈമാൻ കൂട്ടാമെന്ന്. അപ്പം അവര് ഈമാൻ വർദ്ധിപ്പിക്കാൻ കിട്ടിയ ഒരു അവസരവും അവര് നഷ്ടപ്പെടുത്തൂലായിരുന്നു. അപ്പം നല്ല ആളുകളുടെ കൂടെ അല്ലെങ്കിൽ ഈമാനുള്ള ആൾക്കാരുടെ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരിൽ നിന്ന് ടിപ്സുകൾ എടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും വാങ്ങുകയും ചെയ്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും റബ്ബിനെ ഓർമ്മിപ്പിക്കുക. അൽഹംദുലില്ലാഹ് നമ്മൾ ഒരുപാട് ദൂരെ ആണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു ഭാഗ്യം തന്ന് നമ്മൾ അനുഗ്രഹിച്ചിട്ടുണ്ട് ഇതുപോലെയുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ.
തന്നിട്ട്. അപ്പം അവരിത്തരത്തിലുള്ള സിറ്റിങ്ങുകളിലൊക്കെ ആയിരിക്കുമ്പം അവർ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അനുഗ്രഹങ്ങളെ കുറിച്ച് സംസാരിക്കും, അള്ളാഹുവിനെ സ്തുതിക്കും. കാരണം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അള്ളാഹുവിനെ സ്തുതിക്കും അല്ലെ. ഖുർആൻ പഠിക്കും, ഖുർആനെ കുറിച്ച് ഖുർആന്റെ ആഴങ്ങളെ കുറിച്ച് സംസാരിക്കും, ഹദീസുകൾ പഠിക്കും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നയെ കുറിച്ച് സംസാരിക്കും. അതൊക്കെ അവർ ചെയ്യുമായിരുന്നു. അങ്ങനെ ആ ഒരു സമയം അവർ ആ ചെയ്യുന്ന സമയം അവരുടെ ഹൃദയങ്ങളെ ടച്ച് ചെയ്യും. ഉറപ്പായിട്ടും ടച്ച് ചെയ്യൂലേ. നമുക്ക് ഫീലിംഗ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മളിങ്ങനെ മിക്ക ക്ലാസ്സുകളിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ കയറുമ്പോൾ ചിലപ്പോൾ ഒരുപാട് ഫീലിങ്സ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മളുടെ ഹൃദയത്തിനെ ടച്ച് ചെയ്യുകയും ചെയ്യും. അൽഹംദുലില്ലാ നമ്മുടെ ഈമാനിനെ അത് വർദ്ധിപ്പിക്കുകയും ചെയ്യും. പറയാണ് ഈ നിമിഷങ്ങൾ എന്ന് പറയുന്നത് സ്വർഗത്തിലെ നിമിഷങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഈമാൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി അവർ ചെയ്തിരുന്ന മൂന്നാമത്തെ കാര്യമാണ് സച്ചരിതരുടെ കൂടെ ആയിരിക്കുക. അതുപോലെയുള്ള കാര്യങ്ങൾ, ഈമാൻ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുക, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അനുഗ്രഹങ്ങളെ കുറിച്ച് സംസാരിക്കുക, അള്ളാഹുവിനെ സ്തുതിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. 4, നമ്മളെ ഇബാദത്തുകൾ ഇബാദത്തുകളിൽ നമ്മൾ കോൺസ്റ്റന്റ് ആയിരിക്കുക, സ്ഥിരമായിട്ട്. അതും എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ ചെയ്തു തീർക്കാൻ വേണ്ടിയുള്ള ഇബാദത്തുകളല്ല, ഓരോന്നും ചെയ്യുന്നത് ഓരോന്നും. അതായത് ഒരു ദുആ ആണെങ്കിൽ പോലും അത് നല്ല അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആത്മാർത്ഥതയോട് കൂടി ചെയ്യാം. ഓരോ ഇബാദത്തുകളും, നമ്മൾ ചെയ്യുന്ന ഓരോ ഇബാദത്തുകളും അതിന് ഫുൾ അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി, ഫുൾ ആത്മാർത്ഥതയോട് കൂടി ചെയ്യുമ്പോൾ നമ്മൾ കാലം കൊണ്ട് ഈമാൻ തുരുമ്പെടുക്കുന്നത് പോയിട്ട് ഈമാന് നല്ല പുതിയ ഷൈനിങ് വരും എന്നാണ് പറയുന്നത്. അതേപോലെ റെഗുലർ ആയിട്ട് ഖുർആൻ ഓതുക, ഖുർആൻ മനസ്സിലാക്കുക, ഖുർആനെ കുറിച്ച് ദിക്ർ ചെയ്യുക. അതായത് ഖുർആനിലെ ആഴങ്ങളെ കുറിച്ച് നമ്മൾ അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെയുള്ള ഒരുപാട് ഭാഗ്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ഒരുപാട് കാലങ്ങളായിട്ട് അൽഹംദുലില്ലാ ഇവിടെ തഫ്സീർ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് പല രീതിയിൽ. ഇപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഗ്രൂപ്പുകളായിട്ട് പഠിക്കാനൊക്കെ ഉള്ള അവസരങ്ങൾ അൽഹംദുലില്ലാ ഉണ്ട്. അപ്പൊ അതൊക്കെ എല്ലാവരും ഉപയോഗപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു തആലയെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ചുള്ള റെഗുലർ ആയിട്ടുള്ള ദിക്ർ, അതും ഹൃദയത്തിൽ നിന്ന് വരുന്ന ദിക്ർ, അത് പിന്നെ റെഗുലർ ആയിട്ടുള്ള ദ്വാകളും അതേപോലെ നമ്മൾ ഒരു സ്വിച്ചിട്ട മെഷീൻ പോലെ ചെയ്തു തീർക്കുന്ന ദ്വാകളല്ല, ഹൃദയത്തിൽ നിന്നുള്ള ദ്വാകൾ. ഇതെല്ലാം നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആലയോട് അടുപ്പിച്ച് നിർത്തുന്ന കാര്യങ്ങളാണ്, അള്ളാഹുവിന്റെ സംരക്ഷണത്തിലും ഹിദായത്തിലും ആക്കി നിർത്തുന്ന കാര്യങ്ങളാണ്. അത് 4. ഇനി 5-മത്തത്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഇവിടെ പോയിന്റ്സ് ഇട്ട് പറയുന്നേ ഉള്ളൂ. നമ്മളുടെ തിന്മകള്, സ്ലിപ്പുകള്, അതൊക്കെ അപ്പൊ തന്നെ മായ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് പലപ്പോഴും നമ്മൾ ഫെയിൽ ആവുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ എഴുതി വെക്കുകയൊക്കെ ചെയ്യും, മനസ്സിലാക്കുകയും ചെയ്യും, ഇത് തെറ്റാണെന്ന് തിരുത്തണമെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. പക്ഷെ നമുക്ക് അതൊരു ആത്മാർത്ഥമായിട്ടുള്ള തൗബയാക്കാൻ പലപ്പോഴും ഇബ്ലീസ് സമ്മതിക്കാറില്ല. അത് ഭയങ്കര സീരിയസ് ആയിട്ട് പുഷ് ചെയ്യുക. വീണ്ടും വീണ്ടും പല ക്ലാസ്സുകളിലും നമ്മളിത് പറയുന്നുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ അതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. കാരണം നമ്മുടെ തിന്മകള് നമ്മളത് മനസ്സിലാക്കിയത് കൊണ്ടും തിരുത്താൻ ശ്രമിച്ചത് കൊണ്ടും ആയില്ല, അതിന് തൗബ ചെയ്ത് മടങ്ങല് അല്ലെ, ഇസ്തിഗ്ഫാർ ചെയ്യല്. അത് ഈ പറഞ്ഞ പോലെ അസ്തഗ്ഫിറുല്ലാഹിന്റെ എണ്ണ ഒപ്പിക്കലല്ല, അത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ആത്മാർത്ഥമായിട്ട് ഏറ്റു പറഞ്ഞ് അതിന് റിപ്പീറ്റ് ചെയ്യൂല എന്ന് തീരുമാനിച്ച് അതിനു വേണ്ടി ശ്രമിക്കുക. അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുക. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അതിന് കോമ്പൻസേറ്റ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുക. അതായത് നമ്മൾ ചെയ്യുന്ന വലിയ വലിയ തിന്മകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മായ്ക്കണമെങ്കിൽ അതിന് തൗബ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതിന് തിന്മകളെ നന്മ കൊണ്ട് മായ്ക്കും എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പം നമുക്ക് ആ സമയത്ത് എന്തെങ്കിലും ഒരു സദഖയാണെങ്കിലോ ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഒരു നല്ല പ്രവൃത്തിയും കൂടെ ചെയ്തിട്ട് അതിനെ മായ്ക്കാൻ വേണ്ടിയും കൂടെ ശ്രമിക്കാം. കാരണം ഈ തിന്മകളെ നമ്മളുടെ ജീവിതത്തിൽ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാല് അത് നമ്മളുടെ ഈമാനെ നമ്മൾ പോലും അറിയാണ്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കാർന്ന് തിന്നുകൊണ്ടേയിരിക്കും, കഷ്ണം കഷ്ണമായിട്ട്. നമ്മൾ അറിയൂല, വളരെ ഈ ഉറുമ്പ് ചെതിലരിക്കുന്നതില്ലേ അതുപോലെ പോവുള്ളൂ. പക്ഷെ ആ തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ അവിടെ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ നമ്മുടെ ഈമാനെ ഒരു സൈഡിൽ നിന്ന് ചെതിലരിക്കുന്ന പോലെ അരിച്ചരിച്ചരിച്ച് അങ്ങ് കൊണ്ടുപോകും. നമ്മളുടെ ഈമാന് ഇതായിട്ടും ഒരു ഓട്ടയുള്ള ഒരു ഈമാനാക്കി മാറ്റാനും പറ്റും. ഓക്കെ, അതുകൊണ്ട് ഈമാൻ സ്ട്രോങ് ആക്കണമെങ്കിൽ തിന്മകൾ എടുത്ത് കളയന്നെ വേണം. വെറുതെ കളഞ്ഞാൽ പോരാ, അത് തൗബ ചെയ്ത് മടങ്ങി തിരുത്തുക. ഇനി വീണ്ടും ചെയ്തു പോയി കഴിഞ്ഞാൽ വീണ്ടും തൗബ ചെയ്യുക. അങ്ങനെ അതിനെ സീരിയസ് ആക്കി, ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കുക. കാരണം ഇതൊക്കെ നമ്മൾ വർഷങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യം, ഒന്നും പുതിയ കാര്യമല്ല, എല്ലാം നമുക്ക് വർഷങ്ങളായിട്ട്. പക്ഷെ ഇതിനൊക്കെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടന്റ്. സീരിയസ് ആയിട്ട് എടുക്കുക എന്ന് പറയുമ്പോൾ എല്ലാത്തിനും ഒരു ബുക്കും പെന്നും നല്ലതാണ്. നമ്മളെ മനസ്സിൽ കൂടെ പാസ് ചെയ്യുന്ന തോട്ടിനെ നമുക്ക് ഒരു പരിധി കൂടുതൽ നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു ബുക്കും പെന്നും അല്ലെങ്കിൽ ഫോണിലെ നോട്ട്സ് സീരിയസ് ആക്കിയിട്ട് അതെല്ലാവരും ചെയ്യാൻ ഒരുപാട് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇനിയും ചിലപ്പോൾ പുതിയ ആൾക്കാരുണ്ടാവും, ചെയ്ത് തുടങ്ങാത്തവർ അത് സീരിയസ് ആയിട്ട് ചെയ്യാം. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഓർമ്മിപ്പിക്കുക എല്ലാവരും. നീ ഇന്നലെ ചെയ്തോ,
എന്താ ചെയ്തതെന്നൊന്നും പറയണ്ട, ഞാൻ ഇന്നത് എഴുതിയെന്നൊന്നും ആരോടും പറയണ്ട, നീ ഇന്നലെ ചെയ്തു, അല്ലെങ്കിൽ കഴിഞ്ഞ ആയത്ത് പഠിച്ചിട്ട് അതിൽ നിന്ന് ലെസൺസ് അല്ലെങ്കിൽ അതിൽ നിന്ന് തിരുത്താനുള്ള കാര്യങ്ങൾ നീ ബുക്കിൽ എഴുതിയോ എന്നൊന്നും ചോദിച്ചോ. അൽഹംദുലില്ലാ. അപ്പം നമ്മൾ എഴുതിയിട്ടില്ലെങ്കിൽ നമുക്കും എഴുതാം, മറ്റുള്ളവർക്കും എഴുതാൻ പറ്റും. അങ്ങനെ നമ്മൾ കൂട്ടായി നിന്നല്ലേ, നമ്മളിപ്പോ സുബ്ഹാനല്ലാഹ് നമ്മള് സ്വഹാബിമാരുടെ കാര്യം പറഞ്ഞപ്പോ അവർ ഒന്നിച്ച് നിന്ന് പഠിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുകയും തിരുത്തുകയും ചെയ്യുന്ന പോലെ നമുക്ക് ഒന്നിച്ച് ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമുക്ക് അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു അനുഗ്രഹം തന്നിട്ടുണ്ട് അല്ലേ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി. അതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ ഫിർദൗസ് എന്ന് അനുഗ്രഹിക്കട്ടെ നമ്മളെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ബെറ്റർ ഫീൽ ചെയ്യും. ഇനി 6ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, എപ്പോഴും നമ്മൾ പറയുന്ന പോലെ ആദ്യത്തെയും അവസാനത്തെയും എപ്പോഴും വേണ്ട കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സഹായം തേടിക്കൊണ്ടേയിരിക്കുക, സപ്പോർട്ട്. വെച്ചാൽ ഏറ്റവും ആദ്യം നമ്മൾ ദുആന്റെ കാര്യം പറഞ്ഞിരുന്നു, അല്ലാഹുമ്മ ജദ്ദിദിൽ ഈമാന ഫീ ഖൽബി എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അള്ളാഹുവിന്റെ അടുത്ത് ഈ ഒരു ഇത് ഭയങ്കര സ്ട്രഗിൾ ആണല്ലേ. നമ്മൾ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഈമാൻ ഡ്രോപ്പ് ആയി പോകും. അപ്പൊ അതിനെ എടുത്തെടുത്തെടുത്ത് പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് സഹായം തേടിക്കൊണ്ടേയിരിക്കുക. നമ്മൾ വിൻ ചെയ്യുന്നത് വരെ അള്ളാഹുവിന്റെ അടുത്ത് സഹായം. ആൻഡ് വിൻ ചെയ്യാന്ന് പറയുന്നത് നമ്മൾ സ്വർഗത്തിൽ എത്തുമ്പോഴുള്ളൂ. കാരണം മരണം വരെ ഈ സാധനം നമ്മളെ അറ്റാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുമല്ലോ, ഈമാൻ കുറയാന്നുള്ള കാര്യം. അപ്പം അതുവരെ അള്ളാഹുവിന്റെ അടുത്ത് സീരിയസ് ആയിട്ട്, കാരണം നമ്മളൊക്കെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന കാര്യം നമ്മുടെ ജീവിതത്തിലെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ഇതാണ് ഇമ്പോർട്ടന്റ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഹിദായത്താണ്, ഇൽമാണ്, തഖ്വയാണ്, ഈമാനാണ്, ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് റബ്ബിന്റെ അടുത്ത് ഇതിനെ സീരിയസ് ആയിട്ട് തേടിക്കൊണ്ടേയിരിക്കുക. അപ്പം ഈ 6 പോയിന്റ്സ് മനസ്സിൽ വെക്കുക. ഈമാൻ ഏറ്റവും നല്ല രീതിയിൽ റിന്യൂ ചെയ്യാൻ പറ്റുക ഖുർആനിലും സുന്നത്തിലൂടെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, സ്വഹാബിമാരുടെ ജീവിതം, അതൊക്കെയാണ് നമ്മുടെ ഈമാൻ പുതുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ആവുക. അൽഹംദുലില്ലാ നമുക്ക് അതുപോലെയുള്ള ക്ലാസ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അതിനൊക്കെ വളരെ എന്താ പറയാ, കേട്ടുവിടുന്ന പോലെ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ തൽക്കാലം ഒരു സമാധാനം ആശ്വാസം കിട്ടാൻ വേണ്ടി കേൾക്കുന്ന പോലെയല്ല, അതിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമുക്ക് ഈമാൻ വേണം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഈമാൻ എങ്ങനെയാണ് വേണ്ടതെന്ന് പഠിപ്പിക്കുന്നതും റബ്ബാണ്. റബ്ബ് പഠിപ്പിക്കുന്നത് പോലെയാണ് നമുക്ക് ഈമാൻ, റബ്ബ് പഠിപ്പിക്കുന്നത് പോലെ ചെയ്താലാണ് നമുക്ക് ഈമാൻ പുതുക്കാൻ പറ്റുക. അതുകൊണ്ട് തന്നെ ഖുർആനെ മനസ്സിലാക്കി ഖുർആൻ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ തന്നെ അൽഹംദുലില്ലാ ഈമാൻ പുതുക്കലായി. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, പ്രവാചകൻ കാണിച്ചു തന്ന മാതൃക എടുത്തു കഴിഞ്ഞാൽ അതും ഈമാൻ പുതുക്കലായി. അതുപോലെ സ്വഹാബിമാരുടെ ജീവചരിത്രങ്ങൾ അൽഹംദുലില്ലാ നമുക്ക് സീറ ക്ലാസ്സുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അല്ലെ. അപ്പം അതൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതിനെയൊക്കെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുക, സീരിയസ് ആക്കി എടുക്കുക. എന്നിട്ട് എന്താണ് ശരിയായ ഈമാൻ എന്നുള്ളത് ഉൾക്കൊണ്ട് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അൽഹംദുലില്ലാ. പിന്നെ നമുക്ക് ഇതിനു വേണ്ടി ചെയ്യാവുന്ന പ്രൊജക്ട് എന്ന് പറയുന്നത്, അതായത് ഇപ്പം നമുക്ക് മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ധരിക്കുന്ന വസ്ത്രം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ ഒരു അനുഗ്രഹം തന്നെയാണ് അല്ലെ. നമ്മളുടെ നഗ്നത മറയ്ക്കാൻ അത് സഹായിക്കുന്നുണ്ട്, നമ്മളുടെ ഭംഗി കൂട്ടാൻ സഹായിക്കുന്നുണ്ട്, നമ്മളെ പലതിൽ നിന്നും സംരക്ഷിക്കുന്നുണ്ട്. നമ്മളുടെ വസ്ത്രങ്ങൾ അല്ലെ, ഒരു മോശപ്പെട്ട നോട്ടത്തിൽ നിന്നും പലതിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ള വലിയൊരു നിഅമത്ത് തന്നെയാണ് നമ്മളുടെ വസ്ത്രങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ഈമാൻ, നമ്മളുടെ ഹൃദയത്തിലുള്ള ഈമാനിന് കണക്കായിട്ടുള്ള ഒരു വസ്ത്രമാണ് ഭൂമിയിൽ നമുക്ക് അള്ളാഹു ധരിക്കാൻ തന്നിട്ടുണ്ടായിരുന്നതെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കുമോ? അതായത് നമ്മളിപ്പം അലമാരി പോയിട്ട് ഒരു ഡ്രസ്സ് എടുത്ത് ചൂസ് ചെയ്ത് ഇടുന്നത് പോലെയല്ല, നമ്മുടെ ഹൃദയത്തിലുള്ള ഈമാൻ എന്താണോ അതിനനുസരിച്ചുള്ള ഡ്രസ്സാണ് അള്ളാഹു നമുക്ക് തരാന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമുക്ക് അതിട്ട് പുറത്തു പോകാൻ പറ്റുമോ? സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ശരിക്കും ഈമാനെ കുറിച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങും അല്ലെ. അങ്ങനെയുള്ള ഒരു വസ്ത്രം അള്ളാഹു നമുക്ക് തരുള്ളൂ. അപ്പം അത് ചിന്തിച്ചു നോക്കും. ഓരോ പ്രാവശ്യം ഡ്രസ്സ് എടുക്കുമ്പോഴും എന്റെ ഈമാൻ അനുസരിച്ചുള്ള വസ്ത്രമാണെങ്കിൽ ഒരു ചെറിയ കഷ്ണേ ചിലപ്പോൾ എനിക്ക് കിട്ടുള്ളായിരുന്നു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈമാൻ വർദ്ധിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ, വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നവരുടെ കൂട്ടത്തിൽ, ഈമാൻ കുറഞ്ഞു പോയാലും അത് കൂട്ടാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇനി നമ്മളുടെ വീട്ടിൽ ഏതെങ്കിലും നമ്മൾ ഉപയോഗിച്ച് മോശമായ ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഒന്ന് എടുത്തിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കുക, എന്തുകൊണ്ടാണ് ഞാനിത് ഉപയോഗിക്കാത്തത്? ഇത് നരച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ നൂല് പൊങ്ങിയിട്ടുണ്ടാവും, ചിലപ്പോൾ കീറിയിട്ടുണ്ടാവും. എന്നിട്ട് ആ വസ്ത്രത്തിനെ ഇത് എന്റെ ഈമാനാണെങ്കിലോ എന്നൊന്ന് വിചാരിച്ചു നോക്കുക. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ഈമാനെ സംരക്ഷിക്കാത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ ഞാൻ എന്റെ ഈമാനെ ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ എന്റെ ഈമാൻ ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നെങ്കിൽ
എന്താണ് എൻ്റെ അവസ്ഥ, ഇതാണ് എൻ്റെ ഈമാനെങ്കിൽ, ഇത്രയും ചീപ്പ്, അതായത് നമ്മൾ ഇതുപോലെ മോശപ്പെട്ട ഒരു വസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും ചീപ്പായിട്ടുള്ള സാധനം അല്ലെ, ഏറ്റവും കീറിയിട്ടുള്ള, നൂല് പൊങ്ങിയിട്ടുള്ള, നരച്ചിട്ടുള്ള ഒരു സാധനം, അങ്ങേയറ്റം ചീപ്പായിട്ടുള്ള ഒരു സാധനം. ഈ ചീപ്പായിട്ടുള്ള ഒരു സാധനം പോലെയാണോ ഞാൻ എൻ്റെ ഈമാനിനെ കൺസിഡർ ചെയ്തിട്ടുള്ളത്? നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ ഒരു പോയിന്റ്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള, വിലമതിക്കാനാവാത്ത ഒരു പൊസിഷനാണ് ഈമാൻ അല്ലെ. അതിനെ ഞാൻ ഇതേപോലെ ഈ നൊരുമ്പിയ വസ്ത്രം പോലെ ചീപ്പായിട്ടാണോ കണ്ടിട്ടുള്ളത് എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാം. അബു ഹാസിം റഹിമഹുല്ലാ ഹില്യത്തുൽ ഔലിയ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ ഒരാള് നിങ്ങളുടെ ഷൂ എങ്ങനെ ശ്രദ്ധിക്കുന്നുവോ അതുപോലെയെങ്കിലും നിങ്ങളുടെ ഈമാനെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. സുബ്ഹാനല്ലാഹ്. ഷൂ എന്ന് പറയുന്നത് നമ്മൾ തീരെ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് അല്ലെ. അതിനെ ശ്രദ്ധിക്കുന്ന പോലെയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഈമാനെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. അപ്പൊ നമ്മൾ ഈമാൻ എത്രമാത്രം ശ്രദ്ധ കൊടുക്കുന്നുണ്ടെന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക. നമ്മൾ ഈ പറഞ്ഞ ദുആ ജീവിതത്തിൽ സ്ഥിരമായിരിക്കും ഒരു പക്ഷേ അത് ഹൃദയത്തിൽ നിന്ന് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് അല്ലാഹുമ്മ ജദ്ദിദിൽ ഈമാന ഫീ ഖുലൂബന, അല്ലാഹുമ്മ ജദ്ദിദിൽ ഈമാന ഫീ ഖൽബി, അത് സ്ഥിരമായിട്ട് ജീവിതത്തിൽ കൊണ്ടുവരാം. അല്ലാഹു സുബ്ഹാനഹു തആല ഈമാൻ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നവരുടെ കൂട്ടത്തിൽ, ഏറ്റവും നല്ല ഈമാനോട് കൂടി റബ്ബിനെ കാണുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ ആമീൻ ആമീൻ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم على نبينا محمد. يا مقلب القلوب ثبت قلبي على دينك. اللهم مصرف القلوب صرف قلوبنا على طاعتك. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم إني أعوذ بك من شر سمعي ومن شر بصري ومن شر لساني ومن شر قلبي ومن شر مني. اللهم إني أعوذ بك من العجز والكسل والجبن والبخل والحرم وعذاب القبر. اللهم آت نفسي تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا فاستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. والحمد لله.